ഓൾ സിവിൽ 360യുടെ സിവിൽ സർവീസ് ടോപ്പേഴ്സുമായിട്ടുള്ള ഇന്ററാക്റ്റീവ് വെബിനാർ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇത്തവണത്തെ സിവിൽ സർവീസ് എക്സാമിന് 599ാമത്തെ റാങ്ക് കിട്ടിയ ദീപു സുധീറാണ്. സിവിൽ 360യുടെ ഒരു വിദ്യാർത്ഥിയായും അധ്യാപകനായും ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്തായും ഒക്കെ ആദ്യം മുതലേ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദീപു സുധീർ. പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഒക്കെ പലതവണ പോയിട്ടുള്ള ദീപു സുധീർ തന്റെ അനുഭവങ്ങൾ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. സിവിൽ സർവീസ് ടീച്ചിങ് രംഗത്തും എല്ലാം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ദീപു. അതുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ എല്ലാവരും വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് പങ്കെടുത്ത് സംശയമൊക്കെ ചോദിച്ച് മേക്ക് മാക്സിമം ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോ ഇന്നത്തെ സെഷനിലേക്ക് ഞാൻ ദീപു സുധീറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് ഈവനിങ്. സുധീഷ് ഇങ്ങനൊരു സെഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആക്ച്വലി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ എന്ന രീതിയിലാണ്. കാരണം ഞാനതുകൊണ്ട് ഒരു എന്താ പറയുക ഒരു ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്തിട്ടല്ല വന്നത്. ഇപ്പോൾ ഇതിൻ്റെ 7ാമത്തെ അറ്റംപ്റ്റിലാണ് ക്ലിയർ ആയത്. ഞാൻ 2013 ഫസ്റ്റ് അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 2013, 14, 15 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ഇന്റർവ്യൂ വരെ പോകാൻ സാധിച്ചു. 16 മെയിൻസിൽ വെച്ച് പരാജയം സംഭവിച്ചു. 17 വീണ്ടും ഇന്റർവ്യൂവിൽ പോയി. 18 ആക്ച്വലി വീണ്ടും പ്രിലിംസ് വെച്ച് പോയി. 19 അതായത് ലാസ്റ്റ് ഇയറിലെ അറ്റംപ്റ്റിലാണ് ക്ലിയർ ആയത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ സുനീഷ്, റെനോ, സിവിൽ 360 ഞങ്ങൾ പഠിക്കാനാണെങ്കിലും ഗൈഡൻസിനും മെന്ററിങ്ങിനും എല്ലാം ഞങ്ങളൊരു ടീമായിരുന്നതുകൊണ്ട് അവർക്കെല്ലാം അറിയാവുന്ന സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, സാധിക്കുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളെല്ലാവരും പൊതുവെ ബിഗിനേഴ്സ് ആയിരിക്കുമല്ലോ. പ്രിലിംസ് മെയിൻസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഇതുവരെ എക്സാം അറ്റൻഡ് ചെയ്യാത്തവരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ആയിട്ട് ചോദിച്ചാൽ മതി. തുടക്കത്തിൽ നിങ്ങൾ തുടക്കക്കാരൻ എന്ന നിലയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് UPSC നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്? 2, നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ അല്ലയോ എന്നുള്ളത്. മൂന്നാമതായിട്ട്, ഈ ഒരു 1.5 വർഷം 2 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോസസ്സിൽ നമ്മുടെ മോട്ടിവേഷൻ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു? അപ്പൊ ഇങ്ങനെ കുറച്ച് സംശയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിനൊക്കെ മറുപടി പറയാം. അപ്പൊ ഒന്നാമതായിട്ട്, UPSC നമ്മളിൽ നിന്ന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയ കാലത്ത് എനിക്കിങ്ങനെ പറഞ്ഞു തരാനായിട്ടൊരു ഗൈഡൻസോ മെന്റർഷിപ്പോ ഒന്നും ആക്ച്വലി ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് റോങ് ആയിട്ടുള്ള ടേൺസ് കടന്നു പോയിട്ടാണ് ഒരു റൈറ്റ് ടേൺ എന്നുള്ള പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു പാത്ത് സ്വീകരിക്കാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സുകൾ റിപ്പറ്റേറ്റീവ് ആയിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പല സ്റ്റേജിലും. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, 2075 മാർക്സ് ആണ് മെയിൻസ് പരീക്ഷയ്ക്കുള്ളത്. ഏകദേശം ഒരു 8-9 സബ്ജക്ട്സ്, അതുകൂടാതെ ഇന്റർവ്യൂ, അതുകൂടാതെ പ്രിലിംസിന് 2 സബ്ജക്ട്സ്, ഒരു 10-15ഓളം വേരിയബിൾസ് മൊത്തത്തിൽ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ വേരിയബിൾസ് ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടാതെ വരും, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് തന്നെ ഉണ്ടാവാതെ വരാൻ സാധിക്കും. അപ്പം എല്ലാ മേഖലയിലും, എല്ലാ പേപ്പേഴ്സിലും, എല്ലാ വേരിയബിൾസും ഈക്വലി പെർഫോം ചെയ്യുന്ന ഒരാൾക്ക്, എക്സ്ട്രാ ഓർഡിനറി അല്ല, ഒരു ഡീസെന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് കയറി പോകാൻ സാധിക്കുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് UPSC നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറൽ ആയിട്ട് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള അനലിറ്റിക്കൽ സ്കിൽസും ഒരു മിനിമം പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഉള്ള ആളിനെയാണ് സിവിൽ സർവീസ് UPSC നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന്റെ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി ബോധവതികളായ അത്യാവശ്യം സാമൂഹിക പ്രതിബദ്ധതയുള്ള കുറച്ചൊക്കെ ഒരു അനലിറ്റിക്കൽ സ്കിൽസ് ഉള്ള ആളുകളെയാണ് UPSC എക്സാമിന് വേണ്ടി നോക്കുന്നത്. ഒരിക്കലും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് വന്ന ആളുകൾക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ എക്സാമിനേഷന്റെ എഴുതിയ ബാക്ക്ഗ്രൗണ്ട് വന്ന ആളുകൾക്കോ ഭയങ്കരമായ ഒരു അഡ്വാൻറ്റേജ് ഒന്നും UPSC എക്സാം കൊടുക്കുന്നില്ല. കാരണം നമ്മൾ പല മേഖലകളിലുള്ള, പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ, പല ഏജ് ഗ്രൂപ്പിലുള്ള വരുന്ന ആളുകൾ പാസ്സാവാറുണ്ട്. സ്പെഷ്യലൈസേഷൻ നോക്കുന്ന എക്സാം അല്ല, ഇറ്റ്സ് എ ജനറലൈസ്ഡ് എക്സാം. ഇത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾ നോട്ട് ഉണ്ടാക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം മനസ്സിൽ സ്ട്രോങ് ആയിട്ട് വെച്ചേക്കുക. സ്പെഷ്യലൈസേഷൻ അല്ല UPSC നോക്കുന്നത്, ജനറൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. ഓക്കെ, അപ്പം
having said that, let's move to the common mistake that you make, that you're probably going to make when you're attending your examination. ഇത് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത് എന്ത് ശരിയായിട്ട് ചെയ്യണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം എവറിഥിങ് റോങ് ദാറ്റ് യു ക്യാൻ ഡു ഇൻ ദ ബുക്ക് എന്നതെല്ലാം ചെയ്തിട്ടുള്ള ആളാണ് ഈ പ്രിപ്പറേഷനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ. അതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി അനുസരിച്ച് ആ മിസ്റ്റേക്സ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അപ്പൊ ഒന്നാമതായിട്ട് ഞാനിതിന് 3 സ്റ്റേജ് ആയിട്ട് പറയാം. അതിന് പ്രിലിമിനറി സ്റ്റേജ്, മെയിൻസിന്റെ സ്റ്റേജ്, ഇന്റർവ്യൂവിന്റെ സ്റ്റേജ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പ്രിലിമിനറി എക്സാമിനേഷൻ. പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് എക്സാം ആണ്. അപ്പൊ എന്താണ് UPSC നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് പ്രിലിമിനറി എക്സാമിൽ? ഒരുപാട് കുട്ടികൾ, അപ്പൊ എന്റെ സ്റ്റുഡൻസ് ആണെങ്കിലും മെന്റർഷിപ്പ് കൊടുക്കുന്ന കുട്ടികളാണെങ്കിലും ജനറൽ ആയിട്ടുള്ള ഡൗട്ട്സ് ആണ്. സാർ ഇത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീരുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല. പൊതുവേ ഉള്ളൊരു സംശയമാണ് പ്രിലിമിനറി എക്സാമിനെ പറ്റി എന്താണ് UPSC നമ്മളെന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. പ്രിലിംസും മെയിൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഞാൻ ഇത്രയും വർഷമായിട്ട് ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കുന്ന, ഭയങ്കരമായ എഫേർട്ട് ഇടുന്ന പല ആൾക്കാരും പലപ്പോഴും പ്രിലിംസ് സ്റ്റേജ് കടക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം എത്ര പഠിച്ചു കഴിഞ്ഞാലും പ്രിലിംസിന് നമുക്ക് ഒരു നല്ല സ്കോർ എത്താൻ പറ്റാതെ വരുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? നിങ്ങളിപ്പം പഠിച്ചു തുടങ്ങുന്നവരുണ്ടാവുള്ളൂ, എക്സാമിനേഷന്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ചിലരിപ്പം പ്രിലിംസ് കൊടുക്കാൻ പോകുന്നവരായിരിക്കും, എക്സാമിനേഷന്റെ മൈൻഡ് സെറ്റിൽ എത്തുമ്പോഴേക്കും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബേസിക്കലി നമുക്ക് നോക്കാം എന്താണ് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നോളജ് ഒബ്വിയസ്ലി അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രിലിമിനറിയിൽ, നമുക്ക് എന്തുമാത്രം ഫണ്ടമെന്റൽ നോളജ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പ്രിലിമിനറി കിട്ടാതെ പലരും പോകുന്നതിന്റെ കാരണം ഒരിക്കലും അണ്ടർ പ്രിപ്പറേഷൻ അല്ല, ഓവർ പ്രിപ്പറേഷൻ ആണ്. ഈ ഒരു പോയിന്റ് നിങ്ങളെ മനസ്സിൽ എപ്പോഴും വെച്ചേക്കാം. പഠിച്ചെത്താത്തത് കൊണ്ടായിരിക്കില്ല പല ആൾക്കാരും ക്ലിയർ ആവാത്തത്, പക്ഷെ അമിതമായിട്ട് പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചു പോകുന്നത് കൊണ്ടാണ് പലരും പ്രിലിംസ് കിട്ടാതെ വരുന്നത്. എനിക്ക് 6 തവണ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പൊ അതിന്റെ കാരണം എനിക്ക് തോന്നിയത് ഞാൻ ഒരു ആവശ്യമുള്ള എന്റെ പ്രിപ്പറേഷന്റെ ലെവല് എനിക്ക് ആ എക്സാമിനേഷന്റെ ഡിമാൻഡിനുള്ളിൽ ഒതുക്കി നിർത്താൻ സാധിച്ചതാണ് പലപ്പോഴും പ്രിലിംസ് ക്ലിയർ ആവാൻ സാധിച്ചത്. അപ്പോ നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഇപ്പൊ എന്താണ് എക്സാമിനേഷന്റെ ഡിമാൻഡ്, ഈ ഫണ്ടമെന്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ബേസിക്കലി ഫണ്ടമെന്റൽസ് ഒന്നുമില്ല, നിങ്ങളുടെ NCERT തൊട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റാർട്ട് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. ഒരിക്കലും നമ്മുടെ ഫൗണ്ടേഷൻ നോളജിന് ഡിസ്ക്രെഡിറ്റ് ചെയ്തിരിക്കുക. 6ാം ക്ലാസ് മുതലുള്ള സബ്ജക്റ്റിന് NCERTs ചില സബ്ജക്റ്റ് വായിക്കും. നിങ്ങൾ പല സ്ഥലത്തുനിന്ന് പല രീതിയിലുള്ള അഡ്വൈസസും കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന മെറ്റീരിയൽ നല്ലതാണ്, ഇന്ന പബ്ലിക്കേഷൻസിന്റെ ബുക്ക് നല്ലതാണ്, എല്ലാം നല്ലതാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ UPSC പലപ്പോഴും ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്നത് ഈ പറയുന്ന NCERTs എന്നാണ്. ഞാൻ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രിലിമിനറി എക്സാമിന് UPSC നോക്കുന്നത് ബേസിക് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ അപ്ഡേറ്റഡ് ആണ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വലിയ കാര്യങ്ങളുടെ വർക്കൊന്നും പോകണ്ട പ്രിലിംസിന്റെ കാര്യത്തിൽ. കാരണം നോളജിലും കൂടുതൽ പ്രിലിംസിൽ മാറ്റർ ചെയ്യുന്ന വേറൊരു കാര്യമാണ്. കാരണം ആ 2 മണിക്കൂർ നിങ്ങൾ പ്രിലിംസ് എഴുതുന്ന സമയത്തുള്ള മാനസികാവസ്ഥയാണ് ഇറ്റ്സ് ഗോയിങ് ടു ഡിറ്റർമൈൻ വെദർ യു ആർ ഗോയിങ് ടു ക്ലിയർ ഓർ നോട്ട്. ഒരിക്കലും നിങ്ങൾ എന്തുമാത്രം പഠിച്ചു തീർന്നു അല്ലെങ്കിൽ പഠിച്ചു തീരാതെ പരീക്ഷ എഴുതിയതുകൊണ്ട് ഒരാൾക്ക് കിട്ടാതിരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും എക്സാമിനേഷൻ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ ഫേസ് ചെയ്യാൻ പോകുന്ന ഡൈലമയാണ്. എനിക്കിപ്പോഴേ പറഞ്ഞേക്കാം, പഠിച്ചു തീർന്നില്ല, എക്സാമിനേഷൻ എഴുതണോ വേണ്ടയോ, ഒരു അറ്റംപ്റ്റ് വെറുതെ കളയണോ? ഓക്കെ, ഓർത്ത് വെക്കുക, പഠിച്ചു തീർന്നിട്ട് ആരും UPSC പ്രിലിമിനറി എഴുതാൻ പോകുന്നില്ല. ഇപ്പം അലക്കൊഴിഞ്ഞിട്ട് അലക്കുകാരന്റെ കല്യാണം ഫിക്സ് ചെയ്യുന്നവരാണ്. പഠിച്ചു കഴിഞ്ഞ പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പഠിച്ചു തീരാൻ പോകുന്നില്ല. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ പോലും ഫുള്ള് പഠിച്ചു തീർന്നിട്ടായിരിക്കില്ല പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്നത്. വാട്ട് ഡിസൈഡ്സ് ഇഫ് യു വിൽ ഗെറ്റ് ഇൻ ടു സർവീസ് ഓർ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സർവീസ് കയറുന്നുണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് എത്രമാത്രം പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് കിട്ടിയ അറിവിനെ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ ആ 2 മണിക്കൂറിൽ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും ചോദ്യങ്ങൾ കാണുമ്പോഴേക്കും നമുക്ക് ഒരു ബോധം ഉണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി, ഞാൻ പാസ്സായ എക്സാമാണ്. ഇപ്പൊ എനിക്ക് നോക്കുമ്പോഴേക്കും എനിക്ക് ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാനിതൊക്കെ എങ്ങനെ എഴുതി ക്ലിയർ ആയി, ഇതൊക്കെ എങ്ങനെ അന്ന് ശരിയായി ഞാൻ ആലോചിക്കും. നിങ്ങൾ നാളെ പാസ്സായി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു 2 മണിക്കൂർ നമ്മൾ ഫുള്ളി കമ്മിറ്റഡ് ആയി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നു ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചിരിക്കും പ്രിലിംസ് ക്ലിയർ ആവുന്നു ഇല്ലയോ എന്നുള്ളത്.
ഒരിക്കലും നിങ്ങൾ എത്രത്തോളം പഠിച്ചെന്നുള്ള മെമ്മറിയോ നിങ്ങളുടെ ഹൈ ലെവലുള്ള നോളജ് ഒന്നും ആയിരിക്കില്ല. ഒരുപാട് കാര്യങ്ങളെ എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും. 100 ക്വസ്റ്റ്യൻ UPSC പ്രിലിമിനറി ചോദിക്കും. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ വർഷം പോലും എനിക്കൊരു 40 ക്വസ്റ്റിന് കൂടുതൽ എനിക്ക് 100% ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കുത്താൻ സാധിച്ചിട്ടില്ല. കാരണം 40ഓളം ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നുള്ളൂ ശരിയാണെന്നുള്ളത്. പക്ഷെ ഒരു 80ഓളം ക്വസ്റ്റ്യനിൽ അറ്റൻഡ് ചെയ്താലേ ഒരു ഡീസെന്റ് ആയിട്ടുള്ള സ്കോർ കിട്ടുള്ളൂ. അപ്പം ബാക്കിയുള്ള 40-45 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എന്റെ ശരിയാണെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തല്ല ഞാൻ കുത്തിയത്. തെറ്റായിരിക്കാം എന്നുള്ള അസംഷന്റെ പുറത്ത് ഒഴിവാക്കിയാണ് ഉത്തരത്തിലേക്ക് എത്തിയത്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളെയും കണക്ട് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവാനുള്ള പ്രോബബിലിറ്റി എത്രമാത്രമാണെന്ന് അസ്യൂം ചെയ്ത് ആ അസംഷന്റെ ബേസിസിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് അങ്ങനെയാണ് ബാക്കിയുള്ള 40 ക്വസ്റ്റ്യനിൽ 45 ക്വസ്റ്റ്യനിലേക്ക് എത്തുക. തെറ്റുകൾ സംഭവിക്കും, ഇറ്റ്സ് നോർമൽ. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കുറെ തെറ്റും. അറിയാമാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഗസ് അടിക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ ശരിയാക്കില്ല എന്ന് കരുതുന്ന സാധനങ്ങൾ പലപ്പോഴും നമുക്ക് ശരിയാക്കിന്നിരിക്കാം. ഓക്കെ, നിങ്ങൾ മെന്റേഴ്സിനോട് ചോദിച്ചാൽ മതി. സുനീഷൊക്കെ എന്റെ എക്സ്പെർട്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് പ്രിലിമിനറിക്ക് നിങ്ങൾക്ക് വേണ്ടത്. എന്തൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള ബുക്സ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യുക. ആരെന്ത് പറഞ്ഞു തന്നാലും എത്ര ഗൈഡൻസ് കിട്ടിയാലും ഒരിക്കലും നിങ്ങളുടെ NCERTs ഒഴിവാക്കാതിരിക്കുക. NCERTs ആണ് നമ്മുടെ പ്രിലിംസ് പാസ്സാവാനുള്ള നിങ്ങളുടെ ബൈബിൾ. പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുക. രണ്ടാമതായിട്ട് പ്രിലിംസിന് ചോദിക്കുന്ന സാധനമാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പത്രം വായിച്ചുകൊണ്ട് മാത്രം പ്രിലിമിനറിയുടെ കറണ്ട് അഫയേഴ്സ് ഫുള്ള് കവർ ആവില്ല. അത് 100% ഷുവർ ആണ്. അതിനുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ UPSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു ഇഷ്യൂ വന്നു, ചബഹാർ പോർട്ടിൽ നിന്നും പ്രൊജക്റ്റിൽ നിന്നും ഇന്ത്യ ഒഴിവാക്കി. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, ആ ഒരു വാർത്ത നിങ്ങൾ വായിച്ചു പോയാൽ UPSC എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ പലപ്പോഴും ഇതിന്റെ ഒരു ഒപ്പീനിയൻ ബേസ്ഡ് ഹിന്ദുവിലായി വരുന്ന ആർട്ടിക്കിൾസിന്റെ ബേസിസിലായിരിക്കില്ല പുള്ളി ക്വസ്റ്റ്യൻ ഇടുന്നത്. പുള്ളിയുടെ പലപ്പോഴും കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചബഹാർ പോർട്ട് നിൽക്കുന്ന ജോഗ്രഫിക്കൽ ഏരിയ അത് ഇന്ത്യയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഏരിയാസും ലൊക്കേഷൻസും കടലുകളും നെയ്ബറിംഗ് കൺട്രീസും എല്ലാം ഈ പറയുന്ന കാൻഡിഡേറ്റ് മനസ്സിലാക്കിയോ ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചു പോവുക. അതായത് ഒരു ന്യൂസിന്റെ പുറകിലുള്ള പ്രിലിംസ് ഡയമെൻഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിലുള്ള പ്രിലിംസ് ഡയമെൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് സമയം ഇതിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു രീതിയിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ന്യൂസ് പേപ്പർ എടുത്ത് അതിന്റെ പ്രിലിംസ് ആസ്പെക്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമങ്കസ് ആയിട്ടുള്ള ടാസ്ക് ആണ്. നിങ്ങൾ ഡെയിലി ടൈം ലിമിറ്റിൽ ഒരിക്കലും നിൽക്കില്ല. അപ്പം പ്രിലിംസിന്റെ കറണ്ട് അഫയേഴ്സ് സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്യാനേക്കാളും ബെറ്റർ ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കറണ്ട് അഫയേഴ്സോ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നതാണ്. റിപ്പീറ്റ് ചെയ്യാം, പ്രിലിംസിന്റെ കറണ്ട് അഫയേഴ്സ് നിങ്ങളൊരു സെപ്പറേറ്റ് നോട്ടായിട്ട് ഉണ്ടാക്കുന്നതിൽ കോസ്റ്റ് ബെനിഫിറ്റ് കുറവാണ്. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും, പക്ഷെ അതനുസരിച്ച് റിട്ടേൺ ഉണ്ടാവില്ല. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് നിങ്ങൾ ഡെയിലി ഒരു 2 മണിക്കൂർ എടുത്തായിരിക്കും നോട്ട് പ്രിപ്പയർ ചെയ്യുക. പക്ഷെ ഒരു കമ്പൈലേഷൻ പ്രിലിംസിന്റെ ഒന്നുമില്ല, ഫാക്ട്സ് ആണ് ചോദിക്കുക. പ്രിലിംസിന് നമുക്ക് അതിനകത്ത് ഒപ്പീനിയൻ ഒന്നും ഫോം ചെയ്യാനില്ല, ബേസിക് ഫാക്ട്സ് ആണ്. നിങ്ങൾ 2 മണിക്കൂർ റിസർച്ച് ചെയ്യുന്ന സമയം കൊണ്ട് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആള് 6 മണിക്കൂർ എടുത്ത് പുള്ളി വെൽ റിസർച്ച് ആയിട്ട് ഇതിന്റെ മെറ്റീരിയൽ തരും, നിങ്ങൾ അത് വായിച്ചാൽ മതി. അപ്പം പ്രിലിമിനറിയുടെ കറണ്ട് അഫയേഴ്സ് യു ഡിപ്പെൻഡ് ഓൺ എ വെബ്സൈറ്റ് ഓർ എ കമ്പൈലേഷൻ. ഓക്കെ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിലുള്ള എല്ലാ കമ്പൈലേഷൻസും മേടിച്ച് വായിക്കരുത്. കാരണം ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, വെബ്സൈറ്റ്സ് ഉണ്ട്, കമ്പൈലേഷൻസ് ഉണ്ട്, മാഗസീൻസ് ഉണ്ട്. എല്ലാം കൂടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ തെരഞ്ഞു പോകാനേ സമയം ഉണ്ടാവും, പഠിച്ചു തീരില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, കാരണം എല്ലാം കൂടെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. യു ഫോളോ വൺ മെറ്റീരിയൽ റിലീജിയസ്ലി. നമ്മൾ പ്രിലിംസിന്റെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് സമ്മപ്പ് ചെയ്യാം. 1, ബേസിക്സ് സ്ട്രോങ് ആക്കുക. 2, കറണ്ട് അഫയേഴ്സ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. കറണ്ട് അഫയേഴ്സിന്റെ മുകളിൽ പ്രിപ്പറേഷൻ സൈഡിൽ ഒരുപാട് എഫേർട്ട് ഇടാതെ ഏതെങ്കിലും ഒരു കമ്പൈലേഷൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നു. പ്രിലിംസിന്റെ കാര്യമാണ്. ഓക്കെ, മൂന്നാമതായിട്ട് പ്രിലിംസ് നിങ്ങൾ എത്രത്തോളം മെമ്മറൈസ് എന്നുള്ളത് ഓവർടേക്ക് എന്നുള്ളതല്ല, അവിടെ എക്സാം ഹോൾ ചെന്നിരിക്കുമ്പോഴേക്ക് എത്രമാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുക. പിന്നെ പ്രിലിമിനറി സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മേജർ ചലഞ്ച് എന്ന് വെച്ചാൽ മെയിൻ സ്റ്റേജ് ആണ്. പ്രിലിമിനറി ആ 2 മണിക്കൂർ നേരത്തെ കളിയാണെങ്കിൽ മെയിൻസ് ആക്ച്വലി ഈ മെയിൻസിന്റെ ഒരു 1 വീക്ക് ടൈമിന് മുന്നേ ഉള്ള 3-4 മാസത്തെ കളിയാണ്. ആൽബിന് ഞാൻ ഡൗട്ട്സ് ആൻസർ ചെയ്യാം.
ഓക്കെ, ഇത് ഞാൻ ഒരു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഡൗട്ട്സിലേക്ക് വരാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് പ്രിലിമിനറി ഞാൻ പറഞ്ഞ പോലെ 2 മാസത്തെ 2 മണിക്കൂർ നേരത്തെ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം സ്ട്രോങ് ആക്കി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുള്ളതിന്റെ ബേസിസിലാണെങ്കിൽ മെയിൻസ് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6 മാസത്തെ പ്രിപ്പറേഷനാണ്. എനിക്കത് കൃത്യമായിട്ട് അറിയാം. കാരണം ഞാൻ 2017 എനിക്ക് കിട്ടാതെ വന്ന വർഷം ഒരുപാട് എനിക്ക് എന്റെ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഡൗൺ ആയ വർഷമായിരുന്നു. ഒരുപാട് റീസൺസ് കാരണം, പ്രൊഫഷണലും പേഴ്സണൽ ആയിട്ടുള്ള കുറെ റീസൺസ് കാരണം എന്റെ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര ലോ ആയ വർഷമായിരുന്നു 2018 എന്ന് പറയുന്നത്. അപ്പൊ ആ വർഷത്തെ എക്സാമിനേഷൻ ഞാൻ എഴുതി, എനിക്ക് ക്ലിയർ ആകാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കോൺഫിഡൻറ്റോടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, നമുക്ക് ആ ഒരു ജീവിതത്തെ പറ്റി മൊത്തത്തിലൊരു സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ പ്രിപ്പറേഷനെ പറ്റിയും നമ്മുടെ വിൽ പവറിനെ പറ്റിയും നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ പറ്റിയും ആ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു റൈറ്റ് ആൻസറും റോങ് ആൻസറും ചൂസ് ചെയ്യാൻ പറ്റില്ല. എത്ര വെൽ പ്രിപ്പയർഡ് ആണെന്ന് പറഞ്ഞാലും, എന്റെ സുഹൃത്തുക്കളുണ്ട് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ വരെ പ്രിലിംസിന്, ഓൾ ഇന്ത്യ ലെവൽ വിഷന്റെ ടെസ്റ്റ് സീരീസിന് 10th റാങ്ക് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന ആൾക്കാരാണ്. പക്ഷെ ആ 2 മണിക്കൂറോടെ ചെന്ന് നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ആവാത്ത ഒരുപാട് ആൾക്കാരുടെ അനുഭവം എനിക്കുണ്ട്. അത് വെച്ചിട്ട് പറയാണ്, നിങ്ങൾ എത്രത്തോളം പഠിച്ചു തീർത്താലും അതിനെപ്പറ്റി ഒരുപാട് ലെവലാതിപ്പെടാതെ കോൺഫിഡന്റ് ആയിട്ട് പ്രിലിംസ് അപ്രോച്ച് ചെയ്യുക. കാരണം പ്രിലിംസിന്റെ കീ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിലും ക്ലിയർ ആവാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് പോയി പ്രിലിംസ് എഴുതുക. രണ്ടാമത്തത് മെയിൻസ്. പ്രിലിംസ് ഈ പറഞ്ഞ പോലെ 2 മണിക്കൂറത്തെ കളിയാണെങ്കിൽ മെയിൻസ് അതിന് മുന്നേയുള്ള ഒരു 3-4 മാസത്തെ കളിയാണ്. മെയിൻസിന് മാറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻസർ റൈറ്റിംഗ് ആണ്. നിങ്ങളൊരു 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ ചെന്ന് മെയിൻസ് പരീക്ഷയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു നിൽപ്പിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇറ്റ് ബിക്കം സം സോർട്ട് ഓഫ് എ മസിൽ മെമ്മറി. കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യും. മെയിൻസിന് വേറെ വഴിയൊന്നുമില്ല. ബേസിക് ആയിട്ട് നോളജ് വായിക്കണം. മെയിൻസിൽ നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയൽസിന്റെ അതിപ്രസരമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ തിരഞ്ഞെറിഞ്ഞ് പോകാതെ എപ്പോഴും നമ്മുടേതായിട്ടുള്ള മെറ്റീരിയൽസ് മെയിൻസിന് മാറ്റി വയ്ക്കാം. ഞാൻ ഇവിടെ നേരത്തെ പ്രിലിംസിന് പറഞ്ഞതിൽ നിന്നും കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് മെയിൻസിന് പറഞ്ഞു തരാം. പ്രിലിംസിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കറണ്ട് അഫയേഴ്സ് പോർഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫോളോ ചെയ്യാൻ പറഞ്ഞു, ഒരു വെബ്സൈറ്റ് ഫോളോ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ മെയിൻസിന് ഒരിക്കലും അത് ചെയ്യുന്നത്. മെയിൻസിന് നിങ്ങളുടേതായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. കാരണം പലപ്പോഴും അഭിപ്രായങ്ങളായിരിക്കും ചോദിക്കുക മെയിൻസിന് ഇന്റർവ്യൂ. നമ്മുടെ ഒപ്പീനിയൻ, നമ്മുടെ ഇൻഡെപ്ത് നോളജ് പലപ്പോഴും ഒരു സബ്ജക്റ്റിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സാധനം നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ മാത്രം ഫോളോ ചെയ്താൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പത്രം പ്രോപ്പറായിട്ട് വായിക്കുക, ന്യൂസ് പേപ്പർ കറക്റ്റായി വായിച്ച് ഫോളോ ചെയ്ത് പോവുക, അതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കുക, നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്സിലെ ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്യുക, ആ ഡിസ്കഷന്റെ ബേസിസിൽ പോയിന്റ്സ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോട്ടിനകത്ത് എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് ഫിൽ ചെയ്യാൻ മാത്രം, അതിന് കോംപ്ലിമെന്റ് ചെയ്യാൻ മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യുക. ഒരിക്കലും ആ ഒരു വെബ്സൈറ്റ് ആവരുത് നിങ്ങളുടെ മെയിൻസ് ആണ്. നമ്മുടേതായിട്ടുള്ള ഒരു കാര്യം ഡെവലപ്പ് ചെയ്തെന്ന് എപ്പോഴും മെയിൻസിനെ ശ്രദ്ധിക്കുക. സെയിം ഈസ് ദ കേസിൽ മെയിൻസ് നോട്ട്സ് ഓൾസോ. മെയിൻസിന്റെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക, സ്വന്തമായിട്ടൊരു സാധനം കുറേശ്ശെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ടെക്സ്റ്റ് ബുക്സ് കിട്ടുന്ന സാധനങ്ങളെല്ലാം അതുപോലെ എടുത്തോ. പക്ഷെ എന്നാലും നമ്മുടേതായിട്ടുള്ള സാധനം മെയിൻസിനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ പ്രിപ്പറേഷൻ സൈഡിൽ ഇതാണെങ്കിലും മെയിൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻസ് ഇസ് ഓൾ അബൌട്ട് ആൻസർ റൈറ്റിംഗ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. മെയിൻസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ ഇവാലുവേറ്ററുമായിട്ട് എക്സാമിനറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ ഇസ് ത്രൂ യുവർ മെയിൻസ് ആൻസർ ഷീറ്റ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പം ഇടയ്ക്ക് വിട്ട് സംസാരിച്ചല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻ ശരിയായില്ലെങ്കിലോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അതുപോലെ തന്നെയാണ് മെയിൻസിനകത്ത് നിങ്ങൾ ആൻസർ എഴുതുന്നത്. നമ്മൾ കൃത്യമായ ആൻസർ എഴുതി എക്സാമിനറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് ഫണ്ടമെന്റലി 3 ആസ്പെക്ട്സ് ഉണ്ടാവുക. ഒന്ന്, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് മനസ്സിലാക്കാൻ സാധിച്ചോ? ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. രണ്ടാമതായിട്ട് ഈ തന്ന ടോപ്പിക്കിനെ പറ്റിയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കുണ്ടോ? വെദർ യു ഹാവ് ദ ബേസിക് ഫണ്ടമെന്റൽ നോളജ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. മൂന്നാമതായിട്ട് നിങ്ങൾ എഴുതി പിടിപ്പിച്ച സാധനം ഒരു എക്സാമിനർക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഈ 3 ഡിഗ്രി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ പേപ്പറിനകത്ത്, നിങ്ങളുടെ പ്രിപ്പറേഷനകത്ത് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻസിന് നല്ലൊരു മാർക്ക് മേടിക്കാൻ സാധിക്കും. റിപ്പീറ്റ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഡിമാൻഡ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? പല ആൾക്കാരും
ഇപ്പൊ ഞാൻ എക്സാം കണ്ടക്ട് ചെയ്ത് പേപ്പർ വാലിഡേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം പലരും പറയും സാറേ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ ഇതിന്റെ ആൻസർ എഴുതി, മാർക്കില്ല. കാര്യം എന്താ? നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്ന സാധനങ്ങളെല്ലാം ആൻസറിൽ എഴുതി വെക്കും. പക്ഷെ അതല്ല UPSC ചോദിക്കുന്നത്. ഓക്കെ, UPSC ഒരു ക്വസ്റ്റിനകത്ത് പ്രോപ്പറായിട്ട് ഡിമാൻഡ് ഉണ്ടാവും. ആ ഡിമാൻഡ് ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും അവർ എവാലുവേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന എല്ലാ സാധനങ്ങളും എഴുതി വെച്ചെന്ന് അവർ നമ്മുടെ നോളജിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ബേസിക് ആയിട്ട് ബോധോർഡർ ആവണമെന്നാണ് അവർ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. ഇത് നിങ്ങൾക്ക് ഒരുപാട് കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് കാണുമ്പോഴേക്കും ഇവാലുവേറ്റ് ചെയ്യുമ്പോഴേക്കും കീവേഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. രണ്ടാമതായിട്ട് കണ്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് ബേസ് പ്രിപ്പയർ ചെയ്യുക. കിട്ടാവുന്ന സ്ഥലത്ത് നിന്നൊക്കെ മെറ്റീരിയൽസ് കൊണ്ടുവരിക. പക്ഷെ അതിനെല്ലാം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ എഴുതി പഠിപ്പിക്കുന്ന കാര്യം ഇവാലുവേറ്റർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ. ഈ മൂന്നാമത്തെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാലും ഭയങ്കരമായ വിവരമുള്ള ആളാണെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യം ഇവാലുവേറ്ററിന് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഓക്കെ, സോ ദിസ് തേർഡ് ആസ്പെക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇമാജിൻ ചെയ്യാം. ഒരു 40-45-50 വയസ്സുള്ള മനുഷ്യൻ രാവിലെ UPSC ബിൽഡിങ്ങിൽ നിങ്ങളെ പേപ്പർ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി വരിക. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. പുള്ളി അതൊക്കെ മാറ്റി വെച്ച് പേപ്പർ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി വരിക. അപ്പോഴാണ് നിങ്ങളുടെ പേപ്പർ മുന്നിൽ വരുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിൽ കുത്തി നിറച്ച് ആ പേപ്പർ വെച്ചേക്കാം. പുള്ളി മാർക്കിട്ട് തരുമോ? ഇല്ല. ഇപ്പോഴും മറ്റേ ഇവാലുവേറ്ററിന്റെ പെർസ്പെക്റ്റീവ് എന്ന് ചിന്തിച്ചു നോക്കുക. പുള്ളിയുടെ ജോലി ഏറ്റവും എളുപ്പമാക്കുക, അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ടാസ്ക്. ഒരിക്കലും നിങ്ങളുടെ പേപ്പർ വായിച്ച് നോക്കുമ്പോഴേക്കും ഒരു പേപ്പർ എടുത്ത് വായിച്ചിട്ട് 2-3 വട്ടം നിങ്ങൾ ആൻസർ പേപ്പർ പുള്ളിനെ കൊണ്ട് വായിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കി തരരുത്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മെന്റേഴ്സിനെയൊക്കെ ആൻസർ എഴുതി കാണിക്കുമ്പോഴേക്കും നിങ്ങൾ ചിലപ്പോൾ കൂടിയിരുത്തിയായിരിക്കും നോക്കുക. സാറിന് ഞാൻ ഈ പോയിന്റ് എഴുതി ഇങ്ങനെ പറഞ്ഞു നിർത്തി കാണിച്ചു തരും. അവിടെ അങ്ങനെ ചെയ്യാനുള്ള സ്കോപ്പില്ല. പുള്ളിക്ക് ഒറ്റ നോട്ടത്തെ എടുത്ത് നോക്കി വായിക്കാൻ സുഖമുണ്ടെങ്കിൽ മാർക്ക് എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര ലോകത്തെങ്ങും ഇല്ലാത്ത പോയിന്റ് എഴുതിയാലും നിങ്ങൾ എത്ര വിവരമുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എക്സാമിനർ മാർക്ക് തരണമെന്നില്ല. സോ ഓൾവേസ് മേക്ക് ദ ജോബ് ഈസി ഫോർ ദ എക്സാമിനർ. ഓക്കെ, ഇതാണ് മെയിൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ട. അപ്പം പ്രിലിംസിന് ആ 2 മണിക്കൂറാണ് പ്രധാനമെങ്കിൽ മെയിൻസിന് നിങ്ങൾ എത്രമാത്രം ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. ദ മോർ യു റൈറ്റ് ദ ബെറ്റർ യുവർ ഔട്ട്കം വിൽ ബി. അപ്പം നിങ്ങൾ ഒരിക്കലും പ്രിലിംസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രിലിംസിന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആൻസർ റൈറ്റിംഗ് എഴുതി തുടങ്ങാമെന്ന് വിചാരിച്ച് ഒരിക്കലും നിൽക്കാൻ പാടില്ല. കനോട്ട് മേക്ക് എ മോർ റോങ് സ്ട്രാറ്റജി ദാൻ ദാറ്റ്. നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, ക്ലാസ്സുകൾ നടക്കുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതി പോവുക. എന്റെ അഡ്വൈസ് എന്ന് വെച്ചാൽ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾ ടൈമോ കണ്ടന്റോ വേർഡ് ലിമിറ്റോ ഒന്നും അധികം കൺസേൺ ആവണ്ട. ഇഷ്ടമുള്ള ടൈം എടുത്തോ. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ആൻസറിന്റെ സ്ട്രക്ചറും ഫ്ലോയും പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ. കാരണം നമ്മളെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആൾക്കാരുടെ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയില്ലേ, ഒരാളുടെ ബേസിക് ആയിട്ട് പാവപ്പെട്ടനാണെന്നോ ദുഷ്ടനാണെന്നോ പറയില്ലേ, അതുപോലെ നിങ്ങളുടെ ആൻസറിനകത്തും ബേസിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ സ്ട്രക്ചറും ഫ്ലോയും. അത് ശരിയായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് പ്രാക്ടീസ് കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നതാണ്. ഓർക്കുക, ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് റോങ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്ന് കറക്റ്റ് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. കാരണം ഞാൻ 13 സ്റ്റാർട്ട് ചെയ്ത വർഷം UPSC ആദ്യമായിട്ട് സിലബസ് മാറ്റിയ വർഷം. സിലബസ് മാത്രമല്ല, എൻറ്റയർ എക്സാമിനേഷൻ പ്രോസസ്സ് മാറ്റി. അതിനു മുന്നേ 2 GS പേപ്പറും 2 ഓപ്ഷണൽ പേപ്പറും ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി പുതിയ സാധനം വന്നു. നമുക്ക് ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ട് ആരെപ്പറ്റി അറിയില്ല. ഒരു എന്താ ചെയ്യേണ്ട കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അറിയില്ല, നമ്മുടെ പിയർ ഗ്രൂപ്പിലുള്ള ആൾക്ക് അറിയില്ല, സാർമാർക്ക് അറിയില്ല, ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. കുറേ മിസ്റ്റേക്കുകൾ ചെയ്തു. രണ്ടാമത്തെ വർഷവും ഓൾമോസ്റ്റ് സെയിം മിസ്റ്റേക്സ് ഒക്കെ ചെയ്തു. എന്റെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ഒരു ഐസൊലേറ്റഡ് മാനറിലായിരുന്നു. ഞാൻ അധികം ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യോ ഒരു പിയർ ഗ്രൂപ്പ് ഒന്നും ഇല്ലായിരുന്നു. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഭയങ്കരമായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ കുറേ മിസ്റ്റേക്കുകൾ ഇനിഷ്യലി എന്റെ പ്രിപ്പറേഷനിൽ വന്ന മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് വർഷങ്ങളോളം സമയം എടുത്തു. ഇപ്പോഴും അതെല്ലാം കംപ്ലീറ്റ്ലി മാറിയെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് മിസ്റ്റേക്സും എറേഴ്സും സംഭവിച്ചു. നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് തുടക്കത്തിൽ ചെയ്യാതിരിക്കുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആൻസറിലെയും തിങ്കിങ് പ്രോസസ്സിലെയും ഉള്ള ഫണ്ടമെന്റൽ മിസ്റ്റേക്സ് മാറ്റി എടുക്കുക. അപ്പോൾ ആൻസർ പേപ്പർ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ മെന്റേഴ്സിനെ കൊണ്ട് കാണിക്കാൻ പറ്റും. പ്രിലിംസ് ചെയ്യുമ്പോഴുള്ള പ്രിലിംസിൽ നിങ്ങളെ കറക്റ്റീവ്സ് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളെ മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാം. യു ക്യാൻ സ്ട്രൈറ്റ് അവേ ടെൽ ഹിം ഹൗ യുവർ തിങ്കിങ് പ്രോസസ് ഈസ് വർക്കിംഗ്. അതിന്റെ ബേസിസിൽ പുള്ളിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഒരിക്കലും ക്ലാസ് കഴിഞ്ഞ് എക്സാം പ്രിപ്പറേഷനുള്ള മൂഡിലേക്ക് പോകരുത്. അതിന്റെ കൂടെ തന്നെ റൈറ്റിങ്ങും പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ സോൾവിങ്ങും
അറ്റ്ലീസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിലെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഫൈനലി അങ്ങോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. ഇത് തന്നെയാണ് പ്രിലിംസിന്റെ മെയിൻസിന്റെ പറ്റിയുള്ള കാര്യം. ഇന്റർവ്യൂ സ്റ്റേജ് വരുമ്പോഴേക്കും ആക്ച്വലി ഒരു വ്യത്യാസം വരുന്നില്ല. കാരണം പ്രിലിംസിൽ നിങ്ങൾ പഠിച്ച ഫാക്ച്വൽ നോളജും മെയിൻസിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒപ്പീനിയൻസും രണ്ടിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഇന്റർവ്യൂ. ബട്ട് only difference is instead of presenting it in a written manner, you are presenting it in an oral fashion. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ അവിടെ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളത്. മെയിൻസ് കഴിഞ്ഞ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ആ ഒരു രീതി മാറ്റിയിട്ട് പ്രിപ്പറേഷൻ എപ്പോഴും ഹോളിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോകുക. ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പ്രിലിംസ് ആസ്പെക്റ്റിൽ എന്തൊക്കെ ചോദിക്കാം, മെയിൻസ് ആസ്പെക്റ്റിൽ എന്തൊക്കെ ചോദിക്കാം, ഇന്റർവ്യൂ ആസ്പെക്റ്റിൽ എന്തൊക്കെ ചോദിക്കാം, ഈ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. ഇല്ലെങ്കിൽ ഓരോ സ്റ്റേജിൽ വരുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് എനിക്ക് പ്രിലിംസിനെ പറ്റിയും മെയിൻസിനെ പറ്റിയും പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രിലിംസിന് ആളുകൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ഓവർ പ്രിപ്പറേഷൻ കാരണമാണ്, അണ്ടർ പ്രിപ്പറേഷനേക്കാളും കൂടുതൽ. എസ്പെഷ്യലി രണ്ടാമത് മൂന്നാമത് അറ്റംപ്റ്റ് കൊടുക്കുന്ന ആളുകൾ. ഫസ്റ്റ് അറ്റംപ്റ്റ് ദിവസം ചിലപ്പം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ലെന്ന് വരാം. ടൈം ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളത് കാരണം. മെയിൻസിൽ ക്ലിയർ ആവാത്തതിന്റെ റീസൺ ആൻസർ റൈറ്റിംഗ് പ്രോപ്പർ ആക്കത്താണ്. അത് വർക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വീട്ടിൽ ഇരുന്നാണ് പഠിക്കുന്നത്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പാസ്സാകുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവരാണ്. നിങ്ങളുടെ സീനിയേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിന് അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് വെച്ചാൽ അവർക്ക് ഫിസിക്കലി ക്ലാസ് റൂമുകളിൽ വന്ന് അല്ലെങ്കിൽ റീഡിംഗ് റൂംസിൽ വന്ന് ഹോസ്റ്റൽസിൽ വന്ന് അവരുടെ പിയേഴ്സുമായിട്ടും മുന്നേ പ്രിപ്പയർ ചെയ്ത ആൾക്കാരുമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആ അവസരം കംപ്ലീറ്റ്ലി മിസ് ഔട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പലപ്പോഴും എക്സാമിനേഷൻ പ്രോസസ്സിനെ പറ്റി പ്രോപ്പറായിട്ട് ഐഡിയ ഉണ്ടാകും. അപ്പം കഴിഞ്ഞ ദിവസം എന്നോട് കുട്ടികൾ ചോദിച്ചു, സാർ 10 മാർക്കിൻ്റെ ക്വസ്റ്റിന് 5 മാർക്ക് കിട്ടുള്ളൂ, ഞാൻ എക്സ്പെക്ട് ചെയ്ത് എത്ര കിട്ടിയില്ല. ആക്ച്വലി UPSC സ്റ്റാൻഡേർഡിൽ 10 മാർക്കിൽ 5 മാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 6 മാർക്ക് എന്ന് പറയുന്നത് ഭയങ്കര നല്ല മാർക്കാണ്. പക്ഷെ സീനിയേഴ്സുമായിട്ടുള്ള പിയേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ലാത്ത കാരണം പലപ്പോഴും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു നല്ല മാർക്കാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് വരുന്നവരാണ്. യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് 10, 8, 9 മാർക്കൊക്കെ ഇട്ട് തരും, എസ്പെഷ്യലി കേരള യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ. അപ്പം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് ഒരു 50% ടോപ്പറിന് പോലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ടഫായിട്ടുള്ള എക്സാം ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു എക്സാമ്പിൾ മാത്രം. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അറിയാതെ നിങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നിങ്ങളുടെ സീനിയേഴ്സ് എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടാനില്ല. നിങ്ങൾ പലപ്പോഴും ഡിസ്കഷൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഐഡിയ ഇല്ലാത്ത കുറെ ആളുകൾ അങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും വരില്ല. എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സുമായിട്ട് മാക്സിമം കോൺടാക്ട് ചെയ്യുക. ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ആൻസർ റൈറ്റിംഗിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നതിന് മുന്നേ ആണെങ്കിലും പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും PCMന്റെ ചേരാത്തവരാണെങ്കിൽ ക്ലാസ്സുകൾ ചേരണോ, ക്ലാസ്സുകൾക്ക് ചേരണ്ടയോ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വേണമോ, അത് സെൽഫ് പ്രിപ്പറേഷൻ മതിയോ, ഓരോ സ്റ്റെപ്പ് എടുക്കുന്നതിന് മുന്നേയും ഈ ഒരു സ്റ്റേജ് കടന്നുപോയ ആളോട് ചോദിക്കുക. നിങ്ങളുടെ കൂടെയുള്ള പ്രത്യേകിച്ച് ഐഡിയ ഇല്ലാത്ത ആൾക്കാരോടും നിങ്ങൾ ടീച്ചേഴ്സിനോടും ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിലുള്ള ആളുകളോട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുക. പിയർ ഗ്രൂപ്പിൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുക. നിങ്ങളുടെ കോളേജ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കമ്പനിയും ഫ്രണ്ട്സും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അവരോട് ചോദിച്ച് അവരുടെ കൂടെ ഇൻപുട്ട് എടുക്കുക. അതിന്റെ ബേസിസിൽ മാത്രം നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. അതാണ് നിങ്ങൾ ഓൺലൈനിൽ പ്രിപ്പയർ ചെയ്യുന്ന മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. ഐസൊലേഷൻ, പ്രിപ്പറേഷൻ ഇൻ ഐസൊലേഷൻ. അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എനിക്കറിയാം ക്ലാസ്സുകളിൽ ഇരിക്കുന്നവരാണെങ്കിൽ തന്നെ ഒരു 1.5 മണിക്കൂറിന്റെ ക്ലാസ്സിൽ 3/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഉറക്കം തോന്നി തുടങ്ങും. എസ്പെഷ്യലി മോർണിംഗ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് അറ്റൻറ്റീവായിട്ട് നമ്മളെ തന്നെ എഫേർട്ട് ഇട്ട് നോക്കാം. നിങ്ങളെ ഞാൻ അതിന്റെ പേരിൽ ഒരു മോശം കാര്യങ്ങൾ പറയല്ല, കാരണം നമ്മൾ കോളേജ് കഴിഞ്ഞ് വരുന്ന സമയമാണ് പലരും. അപ്പം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ തന്നെ ഒരു എക്സേർട്ട് ചെയ്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 12-14 മണിക്കൂറൊക്കെ ഇരിക്കുന്ന ആളുകളോടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ അത്രയും സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം അത്രയും സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇതുവരെ പരിചയപ്പെട്ടാലും പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരെല്ലാവർക്കും ആ ഒരു അത്രയും ലാർജ് ഡ്യൂറേഷൻ സ്പെൻഡിങ്ങിന്റെ ആവശ്യമുള്ള ആളുകളല്ല. പലപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിൽ ഔട്ട് ചെയ്ത് പോകും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും.
കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യുക. ഡെയിലി ഒരു 6 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ ആ ഡെയിലി 6 മണിക്കൂർ എന്ന കാര്യം തന്നെ ഫിക്സ് ചെയ്യുക. ഒരു ദിവസം 12 മണിക്കൂറും ഒരു ദിവസം 2 മണിക്കൂറും വെച്ച് ആവറേജ് 7 മണിക്കൂറാക്കിയിട്ട് കാര്യമില്ല. 7 hours ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 6 hours ആണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷെ 6 hours പ്രോപ്പറായിട്ട് ചെയ്യുക. നിങ്ങൾ ഭയങ്കര വേരിയേഷൻസ് ഉള്ള, ഗ്രോസ് വേരിയേഷൻസ് ഉള്ള ഒരു സ്റ്റഡി ഷെഡ്യൂൾ അഡോപ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഫാർ 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 റിവാർഡിംഗ് ആയിരിക്കും ഒരു കോൺസ്റ്റന്റ് സ്റ്റഡി ഷെഡ്യൂൾ അഡോപ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഓൺലൈനായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളെ നിങ്ങളെ തന്നെ എഫേർട്ട് കൊണ്ട് ഓവർകം ചെയ്യാനേ പറ്റൂ. വേറെ അതിനൊരു കുറുക്കുവഴികളില്ല. ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Good evening, sir. First of all, a great round of applause. May I produce my question beforehand? How to resist self-doubt in this journey? Self-doubt സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അറിവുണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ, എസ്പെഷ്യലി ഈ പറയുന്ന ഐസൊലേറ്റ് ആയിട്ടിരിക്കുമ്പോഴേക്കും. അപ്പം കുറെ കാര്യം ആക്ച്വലി നമ്മൾ സ്വയം വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾ എക്സാംസ് എഴുതുക, എക്സാംസിന്റെ ഫീഡ്ബാക്ക് എടുക്കുക. ഒരു മെൻഡർ എപ്പോഴും ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ഒരു സിംഗിൾ മെൻഡർ ത്രൂ ഔട്ട് യുവർ കോഴ്സ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പുള്ളിക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ എവിടെയാണ് ഗുണം വരുന്നത്, എവിടെയാണ് ദോഷം വരുന്നത്, എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെപ്പറ്റി എല്ലാം പുള്ളിക്ക് ഐഡിയ ഉണ്ടാവും. സോ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരു മെൻഡറേയും സെലക്ട് ചെയ്യുക. ഈ 2 പേരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഡൗട്ട് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. ബട്ട് ഐ എം നോട്ട് സെയിങ് ദാറ്റ് കംപ്ലീറ്റ്ലി സെൽഫ് ഡൗട്ട് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഡെഫിനറ്റ്ലി സെൽഫ് ഡൗട്ട് ഉണ്ടാവും. എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സിനെ നിങ്ങൾ ഇഷ്ടപ്പെടുക. അതായത് ഈ പ്രോസസ്സിന്റെ പ്രിപ്പറേഷൻ പ്രോസസ്സിന്റെ റിസൾട്ടായിട്ട് വരുന്ന IASനെയോ IPSനെയോ IFSനെയോ അല്ല ഇഷ്ടപ്പെടേണ്ടത്. ഈ ഒരു എക്സാമിനേഷൻ പ്രോസസ്സിനെ നിങ്ങൾ ഇഷ്ടപ്പെടുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വികസിക്കും, ഒരുപാട് പുതിയ ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഒരിക്കലും ഇൻസ്പിറേഷന് വേണ്ടി പുറമേ നിന്നുള്ള ആളുടെ സഹായം വേണ്ടി വരില്ല. ഇഫ് യു ലവ് വാട്ട് യു ആർ ഡൂയിങ്, എപ്പോഴും ഈ പ്രോസസ്സിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. കാരണം ഡെഫിനറ്റ്ലി നിങ്ങൾ വേറെ ഏത് ഫീൽഡിൽ പോയാലും, വേറെ ഏത് ജോലിക്ക് പോയാലും നിങ്ങൾക്ക് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കാഴ്ചപ്പാടുള്ളൊരു മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ ക്യാരക്ടറിലും പേഴ്സണാലിറ്റിയിലും ഡെഫിനറ്റ്ലി സിവിൽ സർവീസ് പ്രിപ്പറേഷൻ കൊണ്ടൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ നിങ്ങൾ വിശ്വസിക്കുക. ആ ഒരു റിവാർഡിനെ കൂടെ നമുക്കൊരു ഒരു വാല്യൂ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഓപ്ഷണൽ സ്ട്രാറ്റജി. രശ്മി, ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യണം. അപ്പോൾ ഓരോ ഓപ്ഷനിലും അതിൻ്റെതായ സ്ട്രാറ്റജി ഉണ്ട്. ഞാൻ ജനറൽ ആയിട്ട് ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്നതിനെ പറ്റി ഐഡിയ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഓപ്ഷനാണോ നോക്കുക. നിങ്ങൾ UPSCയുടെ വെബ്സൈറ്റിൽ പോകുമ്പോഴേക്കും UPSC ആനുവൽ റിപ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആനുവൽ റിപ്പോർട്ട് ഓഫ് UPSC ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അവർ ഓരോ വർഷത്തെ ആനുവൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. അതിനകത്ത് ഓരോ ഓപ്ഷണൽസിനെയും എത്ര ആൾക്കാർ കയറി എന്നുള്ള ഐഡിയ കിട്ടും. അത് മാത്രമല്ല, നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കുക, ഈ ഓപ്ഷനിൽ ഇന്ന വർഷങ്ങൾ എത്ര മാർക്ക് വരെ പോയിട്ടുണ്ട്, എത്ര ആളുകൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഈ ഓപ്ഷൻ സബ്ജക്ട് വെച്ച് കയറിയിട്ടുണ്ട്. അപ്പം സ്ഥിരമായിട്ട് ഓപ്ഷനിൽ കിട്ടുന്നതാണോ, സ്ഥിരമായിട്ട് മാർക്ക് കിട്ടുന്ന ഓപ്ഷനാണോ, അതോ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് വരുന്ന ഓപ്ഷനിലാണോ. അപ്പം മാർക്കിംഗ് പൊട്ടൻഷ്യൽ നോക്കുക. കാരണം ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡിഗ്രി എടുക്കാൻ വന്ന ആൾക്കാരല്ല, പാസ്സാവുന്ന എക്സാം പാസ്സാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റൽ ടേംസിൽ ഓപ്ഷനിനെ കാണുക. സോ യു കൺസിഡർ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഫോർ സ്കോറിംഗ്. രണ്ടാമത്തത് പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ്, ഗൈഡൻസ്, മെറ്റീരിയൽ, ടെസ്റ്റ് സീരീസ്, ഇത്രയും കാര്യങ്ങൾ അവൈലബിൾ ആണോ നോക്കുക. കാരണം നിങ്ങളൊരു ഭയങ്കര സ്കോറിംഗ് ഓപ്ഷനിൽ എടുത്തു. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഇപ്പം എക്കണോമിക്സ് അല്ലെങ്കിൽ ആന്ത്രോപോളജി പോലത്തെ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്തു, ഭയങ്കര നല്ല ചോയ്സ് ആണ്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് പ്രോപ്പർ ഗൈഡൻസ്, യു ഗെറ്റ് പ്രോപ്പർ ടെസ്റ്റ് സീരീസസ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും വെച്ച് നമ്മളെ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ കോഴ്സ് കറക്ഷൻ ചെയ്യണമെങ്കിൽ, നമ്മുടെ വഴിയിൽ പ്രിപ്പറേഷന്റെ പാത്തിലുള്ള മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്ത് കോഴ്സ് കറക്ഷൻ ചെയ്യണമെങ്കിൽ ഗൈഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗൈഡൻസും മെറ്റീരിയലും ടെസ്റ്റ് സീരീസും ഉള്ള ഓപ്ഷനിൽ തന്നെ ചൂസ് ചെയ്യുക. മൂന്നാമതായിട്ട് ഓപ്ഷനിലോട് നമുക്ക് തോന്നുന്നൊരു ഇഷ്ടം. ഇപ്പോൾ ഒരു സബ്ജക്ട് വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അതിനകത്ത് ബേസിക്കലി നമുക്കൊരു താല്പര്യം തോന്നണം. കാരണം അടുത്തൊരു 1.5-2 വർഷം ഈ സബ്ജക്റ്റിന്റെ പല ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമോ അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടുള്ള സാധനമോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസോ ബന്ധുക്കളോ ഒക്കെ ഇങ്ങനെ സാധനം എടുക്കുക അല്ലെങ്കിൽ എടുക്കണ്ട, അങ്ങനെ ഒരിക്കലും ഫോളോ ചെയ്തിരിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടം കൺസിഡർ ചെയ്യുക. സിലബസ് നോക്കുക,
പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. ഓക്കെ, പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിന്റെ ബേസിസിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ ചൂസ് ചെയ്യുക. ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഓരോ ടൈപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ടായിരുന്നെങ്കിൽ UPSC സ്ട്രെസ് ഇന്റർവ്യൂ പോലത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നോട് ആക്ച്വലി അങ്ങനെ ചെയ്തിട്ടില്ല. ജനറൽ കോഡിയലായിട്ടുള്ള ഇന്റർവ്യൂ പാറ്റേൺ ആയിരിക്കും. ഫസ്റ്റ് ടൈമിൽ എന്നോട് ഫുൾ ഫാക്ട്സ് ആയിരുന്നു ചോദിച്ചത്. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ലൈക്ക് വാട്ട് ഈസ് എ ബഡ്ജറ്റ്, വാട്ട് ഈസ് ഇന്ത്യസ് ഫിസിക്കൽ ഡെഫിസിറ്റ്, നെയിം സം ഓഫ് ദ ടാക്സസ്. നമ്മൾ പ്രിലിംസിന് പഠിക്കുന്ന സാധനങ്ങൾ. പലപ്പോഴും നമ്മൾ ഇന്റർവ്യൂവിന് ആലോചിച്ചു പോകും, അവർ വലിയ വലിയ കാര്യങ്ങളായിരിക്കും ചോദിക്കുക. ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനത്തെ ഭയങ്കര ഹൈ ലെവൽ സാധനങ്ങളായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക. പക്ഷെ ഏറ്റവും ബേസിക് ലെവലുള്ള കാര്യങ്ങൾ അവർ ചോദിക്കും. നിങ്ങളുടെ ചുറ്റുപാടുകൾ കാര്യങ്ങളെ പറ്റിയും പ്രോപ്പറായിട്ട് അറിയാം. എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചിട്ടുണ്ട്, ട്രിവാൻഡ്രം സ്റ്റാച്യൂവിൽ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമ ആരുടെ പ്രതിമയാണ്? അതുപോലെ കോഴിക്കോട് ബീച്ചിൽ ഒരു പ്രതിമയുണ്ട്, ആരുടെ പ്രതിമയെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചോദിക്കും. നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി എപ്പോഴും ബോധവാന്മാരാകണം. എൻ്റെ ഇന്റർവ്യൂ എക്സ്പീരിയൻസസ് പൊതുവെ കോഡിയലായിരുന്നു. പക്ഷെ ഫാക്ച്വൽ ആയിട്ടുണ്ട്, ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവർ നമ്മുടെ ഇന്റഗ്രിറ്റി ചെക്ക് ചെയ്യും. അതായത് നമ്മൾ ചുമ്മാ കണ്ണുടച്ചിരുന്ന് തള്ളുന്ന ആളാണോ ചെക്ക് ചെയ്യും. കാരണം എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ചെന്നപ്പോഴേക്കും പുള്ളി നേവി ഓഫീസർ, ബോർഡ് ധവാൻ സാർ ആയിരുന്നു. ധവാൻ സാർ ചോദിച്ചു, വാട്ട് ആർ ദ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യസ് നാഷണൽ സെക്യൂരിറ്റി പോളിസി? ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഇത്ര നോളജ് ബേസ് ഒന്നുമില്ല. ഞാൻ കുറച്ച് ആലോചിച്ചു. നാഷണൽ സെക്യൂരിറ്റി പോളിസിയുടെ ഫീച്ചേഴ്സ് കുറെ നേരം ഒരു 1 മിനിറ്റോളം ഞാൻ ആലോചിച്ചു. സാറിന് പറഞ്ഞു, സാർ എനിക്ക് അറിയില്ല, എനിക്ക് കേട്ടിട്ടില്ല ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റി പോളിസിയെ പറ്റി, എനിക്ക് അങ്ങനെ സാധനം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി പോലും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, കറക്റ്റാണ്, അങ്ങനത്തെ പോളിസി ഇല്ല. പുള്ളി സ്റ്റാൻഡ് മാറ്റി. ഓക്കെ, അങ്ങനത്തെ പോളിസി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സജഷൻസ് പറഞ്ഞതെന്ന് ചോദിച്ചു. ബേസിക്കലി വാട്ട് ഐ അണ്ടർസ്റ്റുഡ് വാസ്, ഞാനിങ്ങനെ അതിനെപ്പറ്റി തള്ളുമെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി പുള്ളി ചോദിച്ചിട്ടാ തോന്നുന്നു. ഓൾവേസ് ബി യുവർ സെൽഫ്. അറിയാൻ വയ്യാത്ത കാര്യം ഒരിക്കലും തള്ളാതെ പോകുന്നു. കാരണം എപ്പോഴും 5 പേരുണ്ടാവുക ഇന്റർവ്യൂ ബോർഡിൽ. ഓരോ ആൾക്കും 25-30 വർഷം എക്സ്പീരിയൻസ് സർവീസുള്ള ആൾക്കാരാണ്. സോ യു ആർ കമ്പൈൻലി we are facing a combined experience of like 150 to 200 years. അവരോട് പോയി കള്ളം പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ജെന്യൂൻ ആവുക, അറിയാവുന്ന കാര്യങ്ങൾ പറയുക. കൂടുതൽ എക്സ്പീരിയൻസ് ആണ് ഇന്റർവ്യൂ. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റാൻഡേർഡ്സും പെർസ്പെക്ടീവ്സും ഒക്കെ ഭയങ്കരമായിട്ട് മാറുന്ന ഒരു സാധനമാണ്. ഇഫ് യു ഗെറ്റ് ക്ലിയർ ഫോർ മീൻസ് യു ലുക്ക് ഫോർവേഡ് ടു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. NCERT നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യം പറഞ്ഞുതരാം. ഞാൻ നോട്ട് NCERT എടുത്തിട്ട് സെപ്പറേറ്റ് നോട്ട്ബുക്കിലോട്ട് എഴുതി വെക്കാറില്ല. ഞാൻ NCERT ബുക്കിനെ തന്നെ ഒരു നോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാറാണ് പതിവ്. അതായത് ടെക്സ്റ്റ് എടുക്കും, NCERT ഓരോ പേജും എടുക്കും. ഓരോ പേജിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നെങ്കിൽ അണ്ടർലൈൻ ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ സൈഡിൽ എഴുതി വെക്കും. പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഫാക്ട്സ് വിക്കിപീഡിയ നോക്കി സെർച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഞാൻ NCERT സൈറ്റിൽ തന്നെ എഴുതി വെക്കും. സോ NCERT രണ്ടാമത്തെ വട്ടം ഞാൻ ഈ ബുക്ക് എടുത്ത് വായിക്കുമ്പോഴേക്കും ഞാൻ പലപ്പോഴും ഈ കണ്ടന്റ്, ആ പ്രിന്റഡ് കണ്ടന്റ് ഞാൻ അതുപോലെ വായിക്കില്ല. കാരണം എനിക്ക് ആ പേജിൽ എന്തൊക്കെ സാധനം വായിക്കണം എന്നുള്ളത് ഞാൻ പേന വെച്ച് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഞാൻ അല്ലെങ്കിൽ സൈഡിൽ എഴുതി വെച്ചേക്കും. അപ്പൊ ഈ എഴുതിയ സാധനം ബേസിക്കലി നോട്ടായിട്ട് ആക്ട് ചെയ്യും. കാരണം NCERT സൈഡിൽ തന്നെ ഒരുപാട് സ്ഥലമുണ്ട്, ഫ്രണ്ടിലും താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് ടൈം വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ എന്റെ സജഷൻ അല്ല, ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബുക്കിന്റെ സൈഡിൽ തന്നെ നോട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതി പോകുകയായിരുന്നു. ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിന്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയാമോ? ഡിഗ്രി ലെവൽ സ്റ്റുഡൻസ് ഡിഗ്രി ലെവൽ സ്റ്റുഡൻസ് ആണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ബുക്സിന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തരുന്ന ഒരു ടൈം ടേബിളും ഷെഡ്യൂളും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, ടെസ്റ്റ് സീരീസുകൾ ചെയ്യുക. അപ്പം സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം നമ്മൾ ഡിഗ്രിയിൽ പഠിച്ച രീതിയിലൊരു പഠനമല്ല UPSC ഡിമാൻഡ് ചെയ്യുന്നത്. ഒരു സബ്ജക്റ്റ് എടുത്ത് ഇൻ ഡെപ്ത് പഠിക്കാൻ വേണ്ടി നോക്കുന്നില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ ജനറൽ ആയിട്ടുള്ള കാഴ്ചപ്പാടാണ് നോക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. What to focus in this 2 months for 2020 prelims? Is it effective to bridge knowledge gaps via mock test? മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അതിന് 2 മാസത്തെ സ്ട്രാറ്റജി പറയാം. ഈ 2 മാസം കൊണ്ട് നിങ്ങൾ ബേസിക് ആയിട്ട് ഇത്രയും കാലം പഠിച്ച ഒരാളാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത്രയും കാലം പഠിച്ച ഒരാളാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. ഏതെങ്കിലും
ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം ബാക്കിയുണ്ടെങ്കിൽ അത് പുതിയതായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാ സാധനങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഇറങ്ങും, ഒരുപാട് ബുക്സ് ഇറങ്ങും, എല്ലാ കാര്യങ്ങളും എടുത്ത് റിപ്പീറ്റഡ്ലി പഠിക്കണമെന്നില്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളും റിപ്പീറ്റഡ്ലി പുതിയ കാര്യങ്ങളും എടുത്ത് പഠിക്കരുത്. കാരണം ഇഷ്ടംപോലെ പുതിയ മെറ്റീരിയൽസ് വരും. കൺസിഡർ ചെയ്യാതിരിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ വിശ്വാസം വെക്കുക. ഫണ്ടമെന്റൽ ബുക്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നോളജ് ഗ്യാപ്പ് മോക്ക് ടെസ്റ്റ് വഴി മീറ്റ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഓക്കെ, പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ മോക്ക് ടെസ്റ്റുകളും വാരി വെച്ച് ചെയ്യാതിരിക്കുക. കാരണം യു പി എസ് സിക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട് പ്രിലിംസിന്. യു പി എസ് സി എക്സാംസിന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ഇടുന്നത് അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാനായിട്ടൊരു നാക്കുണ്ട്. ഓക്കെ, പക്ഷെ പലപ്പോഴും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പല ക്വസ്റ്റ്യൻസും ആ ഒരു തിങ്കിങ് പ്രോസസ്സിൽ നിന്ന് മാറ്റി നിങ്ങളെ ചിന്തിപ്പിക്കുന്നവരായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഭയങ്കര ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ഈ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും ക്വസ്റ്റ്യൻ ഇടാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് ഓവർ കോംപ്ലിക്കേറ്റഡ് ആവും. യു പി എസ് സി പലപ്പോഴും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, യു പി എസ് സി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റും വെസ്റ്റേൺ മോസ്റ്റും ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടാൽ തന്നെ എളുപ്പത്തിൽ അറിയാൻ പറ്റും. പക്ഷെ ഒരു ചങ്ങായി ഇത് വായിച്ച് എഴുതിയെന്ന് വെച്ചാൽ ലോഞ്ചിറ്റ്യൂഡ്സ് ഇങ്ങനെ വളഞ്ഞിരിക്കല്ലേ, അപ്പം വളഞ്ഞിരിക്കുമ്പോഴേക്കും ലോഞ്ചിറ്റ്യൂഡ്സിന്റെ വളവ് വെച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും ഇങ്ങേറ്റത്ത് വരുന്നത് രാജസ്ഥാനോ പഞ്ചാബോ അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഓവർ കോംപ്ലിക്കേഷൻ ആണ്. ഓക്കെ, യു പി എസ് സി ഒരിക്കലും നിങ്ങളെ തെറ്റിക്കണം എന്ന് കരുതി അങ്ങനെ വളഞ്ഞ് മൂക്കിപ്പിടിക്കുന്ന രീതിയിൽ ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. സാധാരണ രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്താശക്തി ഉള്ള ഒരാളാണോ ചെക്ക് ചെയ്യും, ലോജിക്കൽ ഇന്റർ കണക്ഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ ചെക്ക് ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ടെസ്റ്റ് സീരീസുകൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ യു പി എസ് സി പാറ്റേണിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന, ഭയങ്കര ഫാക്ച്വൽ നോളജ് ടെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഭയങ്കര കട്ടി ക്വസ്റ്റ്യൻ ഇടുന്നതോ ഭയങ്കര ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ ഇടുന്നതോ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ കറപ്റ്റ് ചെയ്യും. പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്ത് അത് മാത്രം ഫോളോ ചെയ്യുക. സ്പെസിഫിക് മിസ്റ്റേക്സ് ഓൺ ഈച്ച് ഇയർ കമ്മിറ്റഡ്, അത് പറയാനാണെങ്കിൽ ഞാൻ വേറൊരു സെഷൻ തന്നെ വിളിക്കേണ്ടി വരും. കാരണം ഞാൻ തുടങ്ങിയത് 2012 8 വർഷമായി. ഓരോ വർഷത്തെ എക്സ്പീരിയൻസ് ഓരോന്നാണ്. ഞാൻ ഇൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിമിനറിക്കകത്ത് ഞാൻ വലിയ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടില്ല, മെയിൻസ് ആണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്യാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. എൻ്റെ വൺ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് വിൽ ബി ദാറ്റ് ഓൺലി. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രിലിംസ് പാസ്സാവും, മെയിൻസ് പാസ്സാവും, ഇന്റർവ്യൂ സ്റ്റേജ് തോക്കും, പിന്നെ പ്രിലിംസിലെത്തും. ഈ ഒരു സൈക്കിളിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരിക്കലും ഈ സൈക്കിളിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഒരു ബ്രേക്ക് എടുത്ത് പുറത്ത് വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റുന്നതെന്ന് ഒരു മൂന്നാമതൊരാളിനെ പോലെ നോക്കിക്കാണാനായിട്ട് എനിക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. അത് ആക്ച്വലി വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2018 പ്രിലിംസിൽ ഞാൻ തോറ്റത്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു ഗുണമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ആ എക്സാം ഫെയിൽ ചെയ്തപ്പോഴാണ് എനിക്കൊരു 1 വർഷത്തോളം ഗ്യാപ്പ് കിട്ടിയത്. എനിക്ക് ആ സമയം എടുത്ത് പഠിപ്പിക്കാനും പറ്റി. പിന്നെ എൻ്റെ പ്രിപ്പറേഷൻ എനിക്കൊരു ഒരു ഈഗിൾസ് ഐ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിക്കാണാൻ പറ്റി. ഓക്കെ, അപ്പൊ ആ നോക്കിക്കാണാൻ പറ്റിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം, എൻ്റെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടെൻഷൻ അടിച്ചു പരീക്ഷയുടെ പല സ്റ്റേജിൽ. യു പി എസ് സി എക്സാമിന് ഭയങ്കര ഒരു സംഭവമായിട്ട് നമ്മൾ തന്നെ മനസ്സിലൊരു രൂപം കൊടുത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ആ ഒരു എക്സാമുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മുടെ സെൽഫ് വർത്തിനെയും നമ്മുടെ ലൈഫിലുള്ള ആസ്പിറേഷൻസിനെ എല്ലാം ആ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തി ഓവറായിട്ട് ഇതിനെ ഒരു ഡിമണൈസ് ചെയ്യുന്നോ അല്ലെങ്കിൽ I'm below average, be confident with no exact knowledge of UPSC exam. How can I prepare for it? അജയ് എന്ന് വെച്ചാലേ അപ്പം എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ, എനിക്കാണെങ്കിലും കോളേജ് കഴിഞ്ഞപ്പോഴേക്കും പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല യു പി എസ് സി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കൊല്ലം നോക്കിയയിൽ വർക്ക് ചെയ്യായിരുന്നു. വർക്ക് ചെയ്തപ്പോൾ എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു, ചങ്ങായി തമിഴ്നാട്ടുകാരനായിരുന്നു. പുള്ളിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിയും കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടില്ല. പുള്ളി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പ്രോപ്പറായ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഓക്കെ, അതുകൊണ്ട് ഭയങ്കര ഒരു ഗുണം ഉണ്ടായില്ലെങ്കിൽ പോലും എനിക്കൊരു ഇനിഷ്യൽ ഡയറക്ഷൻ കിട്ടി. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് അതിന്റെ ആവശ്യം പോലും വരുന്നില്ല. പലപ്പോഴും നിങ്ങൾക്ക് വെബ്സൈറ്റ്സ് വഴിയും കാര്യങ്ങളൊക്കെ ഒരുപാട് സെൽഫ് പ്രിപ്പറേഷൻ ഉള്ള ഐഡിയാസ് കിട്ടുന്നുണ്ട്. അപ്പം നെറ്റിൽ നോക്കുക, ഒരുപാട് യു പി എസ് സിയുടെ സിലബസ് കിട്ടും, സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കിട്ടും. അത് വെച്ച് പഠിച്ചു നോക്കുക. ഒരു ഡയറക്ഷൻ ഉണ്ട് ഒരാളിനെ, ഒരു നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫുൾ ടൈം ആയിട്ട് ഒരാൾ നിങ്ങൾക്ക് അസൈൻ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗുണമായിരിക്കും.
ഇല്ലാന്നുണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെൽപ്പ് എടുക്കുക. ഓക്കെ. What would you tell someone who is scoring quite low in prelims full mock test at this juncture? This examination just a month and a half away. Okay. പ്രിലിംസിന് മുന്നേ ഞാൻ എഴുതിയ ഒരു മോക്ക് ടെസ്റ്റിലും ഞാൻ മോക്ക് ടെസ്റ്റുകൾ കംപ്ലീറ്റ്ലി ജോയിൻ ചെയ്തിട്ടില്ല, ചുമ്മാ എഴുതിയിട്ടുള്ളൂ. അവിടെ നിന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കിട്ടുന്നത് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഒരിക്കലും വലിയ മാർക്ക് വന്നിട്ടില്ല പ്രിലിംസ് മോക്ക് ടെസ്റ്റുകൾക്ക്. പ്രിലിംസ് എക്സാമിന് വന്നിട്ടുണ്ട്, പ്രിലിംസ് മോക്ക് ടെസ്റ്റിലൊക്കെ ഒരിക്കലും ഒരു വലിയ മാർക്ക് വന്നിട്ടില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, പ്രിലിംസ് നമ്മൾ ആ 2 മണിക്കൂർ എങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. ഡിയാസ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന മാനസികാവസ്ഥയിലായിരിക്കില്ല UPSC എക്സാം എഴുതുന്നത്. കാരണം അവിടെ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര അഡ്രിനാലിൻ റഷ് ആയിരിക്കും. നമ്മൾ അഡ്രിനാലിൻ റഷ് വരുമ്പോഴേക്കും നമ്മുടെ ഫോക്കസ് ഭയങ്കര ഷാർപ്പാവും. നമ്മൾ എന്താ പറയാ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷനിലായിരിക്കും. നമ്മൾ ഭയങ്കര ഷാർപ്പായിരിക്കും നമ്മുടെ ബുദ്ധി. ആ സമയത്ത് ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു അഡ്രിനാലിൻ റഷിന് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വാൻറ്റേജിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ബിയാസ് മോക്ക് ടെസ്റ്റ് എഴുതുന്ന മാനസികാവസ്ഥ ആയിരിക്കില്ല എക്സാമിനേഷൻ ചെല്ലുമ്പോൾ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഇപ്പം ചെയ്ത പ്രക്രിയയിൽ വാട്ട് എവർ യു ഹാവ് പ്രിപ്പയർഡ് ടിൽ നൗ അതിൽ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുക. ചെയ്തതെല്ലാം 100% ശരിയാന്നുള്ള വിശ്വാസത്തോടെ പോവുക. കാരണം ആ വിശ്വാസം മാത്രം ക്യാൻ ഫെച്ച് യു ലൈക്ക് 20 or 30 മാർക്സ്. കാരണം ആ ഒരു വിശ്വാസം ഇല്ലാതെ ഒരിക്കലും നമുക്ക് തെറ്റ ആൻസറുകൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ പ്രിലിം ഞാൻ റിപ്പീറ്റ് പറഞ്ഞു, പ്രിലിംസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ നോളജ് ദാറ്റ് യു ഹാവ് അക്യുമുലേറ്റഡ്. പ്രിലിംസിൽ എന്ത് മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട് വരുന്നത്, നമ്മൾ 2 മണിക്കൂർ നമ്മുടെ സ്ട്രെസ്സിനെ, നമ്മുടെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എക്സാം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. Can we expect state specific questions in interview? Do we have to spend time on it for initial stage? State specific ഉണ്ടാവും, ഡിസ്ട്രിക്ട് സ്പെസിഫിക് ഉണ്ടാവും, നിങ്ങളുടെ വില്ലേജ് സ്പെസിഫിക് ഉണ്ടാവും, ഫാമിലി സ്പെസിഫിക് ഉണ്ടാവും, എല്ലാ കാര്യവും ഉണ്ടാവും. ഓക്കെ. ഇപ്പോഴേ അതിനെപ്പറ്റി ഒരുപാടൊന്നും പ്രിപ്പയർ ചെയ്യണ്ട. എന്ത് മാത്രം ചെയ്തു വെച്ചാൽ മതി, നിങ്ങളുടെ സ്റ്റേറ്റിൽ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ പറ്റി അറിഞ്ഞിരുന്നാൽ മതി. സ്റ്റേറ്റിലും നിങ്ങളുടെ ലൊക്കാലിറ്റി നടക്കുന്ന ബേസിക് റിക്വയർമെന്റ്സ്, പത്രത്തിന്റെ സെക്കൻഡ് പേജിൽ വരുന്ന കാര്യങ്ങൾ, സിറ്റി പേജിലും സ്റ്റേറ്റിന്റെ പേജിൽ വരുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി ഒരു ഫണ്ടമെന്റൽ ഐഡിയ മതി. കാരണം അതിന്റെ ഡെപ്തിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പോകും. പക്ഷെ നമ്മൾ ഒരിക്കലും ബാക്കി സബ്ജക്ട്സ് അനലൈസ് ചെയ്യേണ്ടി വരില്ല. പക്ഷെ കേരള എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ പറ്റിയുള്ള ഫണ്ടമെന്റൽ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേരളത്തിന്റെ എക്കണോമി, കേരളത്തിന്റെ ജോഗ്രഫി, കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, കേരളത്തിലെ സോഷ്യൽ സിറ്റുവേഷന്റെ അവസ്ഥ. പക്ഷെ പലപ്പോഴും നിങ്ങൾ പഠിച്ചു വെച്ചാലും അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കുറെ സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പൊ എന്നോട് കേരള മോഡൽ ഡെവലപ്മെന്റ് 2 വട്ടം ചോദിച്ചു. കേരളം എന്തുകൊണ്ട് ഹൈലി ലിറ്ററേറ്റ് ആണെന്നുള്ളതിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾ മെയിൻസ് പാസ്സായി ഇന്റർവ്യൂ സ്റ്റേജ് എത്തുമ്പോൾ അറിയാം, ഇങ്ങനെ ഒരു കുറച്ച് സ്റ്റോക്ക് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ പറ്റിയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോഴും നിങ്ങൾ ചുറ്റുപാടുണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കുക. അവിടെ ചെല്ലുമ്പം സംസാരിച്ച് തകർക്കാനുള്ള സാധനങ്ങളൊക്കെ അന്നേരം സ്റ്റോക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. വെരി ഏബിൾ ടു ആൻസർ എവറി ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് മെയിൻസ്. തുടക്കത്തിൽ എനിക്ക് പറ്റില്ലായിരുന്നു, കാരണം എനിക്ക് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പറ്റില്ലായിരുന്നു. ഇപ്പൊ എന്റെ ഫസ്റ്റ് എക്സാമിന് 2013 അന്ന് 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 20 അല്ല 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെനിക്ക് ഫസ്റ്റ് എക്സാം GS1 എനിക്ക് 17 ക്വസ്റ്റ്യനോ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എല്ലാ പേപ്പറിനും അങ്ങനെ ഉണ്ടായിരുന്നു. പല അറ്റംപ്റ്റ്സിലും ഞാൻ എഴുത്ത് പ്രോപ്പർ ആക്കാതെ പോയ ഓൾമോസ്റ്റ് എല്ലാ അറ്റംപ്റ്റ്സിലും എനിക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനോ വല്ലോ നിങ്ങൾക്ക് ലീവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലീവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾ ഭയങ്കര അടിപൊളിയാക്കി കുറച്ച് ക്വസ്റ്റ്യൻ എഴുതാതിരുന്നതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനിലും ഒരു മിഡിൽ പാത്ത്, ഒരു എബോവ്, ഒരു ആവറേജ് ലെവൽ പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും. എന്റെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പം വിവേക് എന്ന് പറഞ്ഞ പുള്ളിക്കാരാണ്. പുള്ളി IAS ആണ്, 180 സംതിങ് റാങ്ക് ആയിരുന്നു. വിവേകിന്റെ ആൻസറാണ് ഭയങ്കര ഇംപ്രസ് ആയിട്ടുള്ള ആൻസറാണ്. കാരണം വിവേകിന്റെ ഒരു ആൻസറും ഭയങ്കരമായിട്ട് നമ്മളെ ഇംപ്രസ് ചെയ്യുന്ന ആൻസേഴ്സ് അല്ല, പക്ഷെ എല്ലാ ആൻസറും ഈക്വലി ഇംപ്രസീവ് ആണ്. ഓക്കെ. എല്ലാ ആൻസറും ഈക്വലി ഇംപ്രസ് എന്ന് വെച്ചാൽ എല്ലാ ആൻസേഴ്സും സ്റ്റാൻഡ് ദ ലെവൽ ഓഫ് ആൻ ആവറേജ് ഓർ എബവ് ആവറേജ് ആൻസേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന് ഒരു ആൻസറിൽ താജ്മഹൽ പണിയാൻ പോകില്ല, പക്ഷെ ഒരു ആൻസറിൽ താഴെ പോകത്തില്ല. അപ്പൊ എല്ലാ ആൻസറിലും ഒരു ഡീസെന്റ് ആയിട്ടുള്ള സ്കോർ കീപ്പ് ചെയ്യാൻ പറ്റും. 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 19 ക്വസ്റ്റ്യനിൽ ഒരു 5 മാർക്കോ 6 മാർക്കോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഗുണമായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അറിയാൻ മേലാത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങൾ തള്ളാൻ പോകരുത്. എസ്പെഷ്യലി ഇഫ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ ദ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻ്റെ ഉള്ളിലുള്ളതാണെങ്കിൽ. കാരണം ഞാൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് സീരീസ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു ബേസിക് കാര്യം എന്ന് വെച്ചാൽ, തുടക്കത്തിൽ 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഭയങ്കരമായിട്ട്
ഫേക്ക് ചെയ്ത് എഴുതുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഇംപ്രഷൻ ഇവാലുവേറ്ററിന്റെ മനസ്സിലുണ്ടാവും. നിങ്ങളുടെ എല്ലാ ആൻസറുകളും പുള്ളി ചെക്ക് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഇംപ്രഷൻ മനസ്സിലുണ്ടാവും. അപ്പം പിന്നെ അങ്ങോട്ട് പോകും തോറും ഓക്കെ ഇവൻ തള്ളാണ് ടീം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ബയാസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ജെന്യൂൻ പോയിന്റ് എഴുതി കഴിഞ്ഞാലും ചിലപ്പോൾ മാർക്ക് ടർമ്മൊന്നുമില്ല. UPSC ഇവാലുവേഷൻ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്നുള്ള സാറുമാർ UPSCയുടെ ഹോളിൽ പോകും. ഓക്കെ, അവിടെ റൂമിൽ ഉള്ളിലെത്തിയാണ് ഇവർ ഇവാലുവേഷൻ നടത്തുന്നത്. മൊബൈൽ പോലും കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് ബേസിക്കലി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഭയങ്കര സോഴ്സ് ഒന്നുമില്ല. ദ ബെസ്റ്റ് തിങ് ദേ ക്യാൻ ഡു ഈസ് ആസ്ക് ദ പേഴ്സൺ നെക്സ്റ്റ് ദം. ഓക്കെ, അപ്പൊ നമ്മൾ വിശ്വാസത ഉള്ളൊരു പേപ്പറാന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഡൗട്ട് ആയിട്ടുള്ള കാര്യങ്ങളും അവർ മാർക്ക് ഇടും. പക്ഷേ ഭയങ്കരമായിട്ട് കള്ളത്തരങ്ങൾ, അത് അറിയാമാത്ത കാര്യങ്ങൾ തള്ളുന്നൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ എപ്പോഴും ഒരു സംശയത്തോടായിരിക്കും നിങ്ങളെ മാർക്കുന്ന ആൻസേഴ്സിനെ നോക്കുക. ഒരിക്കലും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഓവറായിട്ട് തള്ളാൻ നിൽക്കണ്ട. അറിയാവുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുക. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അധികം തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് വളച്ചൊടിച്ച് നമുക്ക് ഏകദേശമൊക്കെ ചുറ്റിപ്പടച്ച് മോശമല്ലാത്ത രീതിയിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അത് നിങ്ങൾ മെന്റേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ആൻസർ റൈറ്റിംഗിന്റെ ഒരു അപകടമില്ലാത്ത രീതിയിൽ ആൻസേഴ്സ് എഴുതുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഹൗ ടു റിവൈസ് കറണ്ട് അഫയേഴ്സ്. നിങ്ങൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിലെ കാര്യം ഞാൻ പറയാം. ഓൾറെഡി നിങ്ങൾ വായിച്ചൊരു മെറ്റീരിയൽ ഉണ്ടാവും, അത് തന്നെ വീണ്ടും റിവൈസ് ചെയ്യുക. നിങ്ങൾ മന്ത്ലി മെറ്റീരിയലാണ് വായിച്ചെങ്കിൽ ജസ്റ്റ് ബി ഷുവർ ഒരു കമ്പൈലേഷൻ കൂടെ എടുക്കുക, ഇയർലി കമ്പൈലേഷൻ കൂടെ എടുക്കുക. നിങ്ങൾ വായിച്ചതിനകത്ത് നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ ടോപ്പിക്സ് ഉണ്ടോ എന്ന് നോക്കുക. എക്സ്ട്രാ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് പോവുക. പുതിയ മെറ്റീരിയൽ 2 മാസത്തിനുള്ളിൽ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ അവസാനം വായിച്ചു, ഇപ്പൊ നിങ്ങൾ അർത്ഥം കൾസിന്റെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓർമ്മ ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ മാത്രം കുറ്റമല്ല, ആര് വായിച്ചാലും അതാണ് അവസ്ഥ. ഓക്കെ, വായിച്ച സാധനങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താണ് ഈ സ്റ്റേജിൽ ഏറ്റവും ഗ്രാജുവേറ്റ്സ് അറ്റൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ. അതിനകത്ത് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. IFOസിന്റെ UPSCയുടെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളത്. ഹ്യൂമാനിറ്റീസിന്റെ എല്ലാ ഗ്രാജുവേറ്റ്സിനും എഴുതാൻ പറ്റില്ല. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഴുതാം. കുറച്ച് കാൻഡിഡേറ്റ്സിന് ആക്ച്വലി റെസ്ട്രിക്ഷൻസ് എഴുതാൻ പറ്റില്ല. For a person coming from medical profession sees it more difficult to study the subject of UPSC. അല്ലല്ല, നേരെ തിരിച്ചാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഓക്കെ, കാരണം നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന രീതിയുണ്ടെന്ന്. അത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ പലപ്പോഴും പറഞ്ഞേക്കില്ലേ, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വന്ന ആളുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ IIT വന്ന ഒരു ഡോക്ടർമാർക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയില്ല. എനിക്ക് മനസ്സിലാക്കിയത് അവരുടെ ബുദ്ധിയല്ല അവരുടെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അവരുടെ ഒരു പ്രിപ്പറേഷൻ, അവർ +2 എൻട്രൻസ് കഴിഞ്ഞിട്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നതും അവരുടെ കോളേജിൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഉണ്ടാവും. ആക്ച്വലി ആ ആറ്റിറ്റ്യൂഡാണ് ഗുണം ചെയ്യുന്നത്, അല്ലാതെ നോട്ട്സ് സുപ്പീരിയർ ക്വാളിറ്റീസ് ദാറ്റ് പേഴ്സൺ ഹാസ്. നമ്മൾ അച്ചീവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ പ്രിപ്പറേഷൻ വെച്ച്. അങ്ങനെ വരുന്നതുകൊണ്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര ഗുണമായിരിക്കും വരാൻ പോകുന്നത് മെഡിക്കൽ പ്രൊഫഷനിൽ. ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഷുഡ് ബി അറ്റംപ്റ്റ് ടു ക്ലിയർ ദ എക്സാമിനേഷൻ ആസ് മോസ്റ്റ്ലി വി നോ ഓൺലി 40 ക്വസ്റ്റ്യൻസ്. ശരിയാണ്, 40 ക്വസ്റ്റ്യൻ കൂടുതലൊന്നും എനിക്ക് എന്റെ ഏറ്റവും ബെസ്റ്റ് അറ്റംപ്റ്റ് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഹൗ മെനി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ നമ്പറിൽ പ്രോപ്പർ നമ്പർ പറയാൻ പറ്റില്ല സുരേഷ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ വർഷവും വേരി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം 2016 കട്ട് ഓഫ് 117 വരെ പോയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് 97-98 നിന്നു. അപ്പോൾ ഒരു ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 40 ക്വസ്റ്റ്യൻസിൽ കൂടുതൽ നമ്മൾ ചെയ്യണം, അത് മസ്റ്റാണ്. ആ 40 ക്വസ്റ്റ്യൻസ് മുകളിലേക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവിടെ നിങ്ങൾ നോളജ് അല്ല, അവിടെ നിങ്ങൾ ഹൗ യു ആർ മേക്കിംഗ് ലോജിക്കൽ ഇന്റർ കണക്ഷൻസ് എന്നുള്ളതാണ് അവിടെ പോയിന്റ്. How many months we need to devote in minimum for prelims and mains? What should be the strategy to crack UPSC in single attempts according to you? അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു മാസമോ സമയമോ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു 3-3.5 മാസം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാള് ഒരു 3.5-4 മാസം ഇരുന്ന് കഴിഞ്ഞാൽ പ്രിലിംസ് സ്മൂത്ത് ആയിട്ട് പാസ്സാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ പറയാൻ കാരണം എൻ്റെ ഫ്രണ്ട് ഉത്തര എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ഇത്തവണ സർവീസ് കിട്ടിയ പുള്ളിക്കാരിയാണ്. അപ്പം ഷീ വാസ് സ്റ്റേയിങ് ഇൻ അമേരിക്ക. പ്രിപ്പറേഷൻ മുന്നേ കോളേജിൽ എന്തോ കഴിഞ്ഞപ്പോൾ 1-2 വട്ടം കൊടുത്തിട്ടുണ്ട്, പക്ഷെ പഠിച്ചിട്ടൊന്നുമല്ല. UPSC പറ്റി ഓൾമോസ്റ്റ് ക്ലീൻ സെറ്റ് ആണ്. പുള്ളിക്കാരി കഴിഞ്ഞ നവംബറിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. 2018 നവംബറിൽ സ്റ്റാർട്ട് ചെയ്തു. ആ വർഷത്തെ ജൂണിൽ എക്സാം പുള്ളിക്കാരി ക്ലിയർ ചെയ്തു.
ആ വർഷം കഴിഞ്ഞ മെയിൻസ് പുള്ളിക്കാരി ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂവിനെത്തി പാസ്സായി. അപ്പം ഒരു 4-5 മാസം കൊണ്ട് പുള്ളിക്കാരി ഫുള്ള് കാര്യങ്ങൾ പഠിച്ച് എക്സാം പാസ്സായി, എക്സാമിനേഷൻ ചെയ്തു പാസ്സായി. 3-3.5 മാസത്തെ പ്രിലിംസിനും മെയിൻസിനുള്ള ഗ്യാപ്പ് കൊണ്ട് പുള്ളിക്കാരി എഴുത്ത് ശരിയാക്കി, ഓപ്ഷനിൽ ശരിയാക്കി പാസ്സായി. അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു. ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി സമയം കുറച്ചാണെങ്കിലും മതി. പക്ഷെ ആ ഒരു നമ്മൾ ഫിസിലൗട്ട് ചെയ്യാതെ ഒരേ കമ്മിറ്റ്മെന്റിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. സിംഗിൾ അറ്റംപ്റ്റിൽ ക്ലിയർ ആണെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. എന്റെയും പ്രശ്നം അതായിരുന്നു. ഞാൻ ആ കൺസിസ്റ്റൻസി ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു ഹാപ്പൻസാർഡ് മോഡലുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. സ്ഥിരത കാണിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള റിവാർഡ് ഉണ്ടാവും. സ്ഥിരതയോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ബുക്സ് അതർ ദാൻ NCERT. നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജുകളാണെങ്കിൽ പൊളിറ്റി ഒബ്വിയസ്ലി ലക്ഷ്മികാന്ത് വായിക്കണം. ഓക്കെ, ജോഗ്രഫി ഏത് ബുക്ക് വായിക്കണം? ജോഗ്രഫിയുടെ NCERTs വായിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കവർ ആവും. പക്ഷേ മാപ്പ് ബേസ്ഡ്, ലൊക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടി അറ്റ്ലസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റഡീസ് നടത്താം. അത് നിങ്ങൾ നെറ്റിൽ യൂട്യൂബിൽ ഏതെങ്കിലും മാപ്പ് സ്റ്റഡിയുടെ വീഡിയോ കണ്ടാൽ മതി. അത് കൂടുതലാക്കി അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ കവർ ആവുമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലാതെ എൻവയോൺമെന്റ് ആക്ച്വലി NCERT മോർ ദാൻ സഫിഷ്യന്റ് ആണ്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ PMF IAS എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, അവരുടെ എൻവയോൺമെന്റിന്റെ മെറ്റീരിയൽ ഉണ്ട്, അത് നല്ല മെറ്റീരിയൽ ആണ്. പിന്നെ പറയാനാണെങ്കിൽ എന്താ, എന്റെ കാര്യം ചെയ്യും, ഞാൻ എസെൻഷ്യൽ ബുക്ക് ലിസ്റ്റ് ഞാൻ എഴുതിയിട്ട് സുനീഷിന്റെ കൊടുത്തേക്കാം. ഹിൽ പോസ്റ്റ് ഇൻ യുവർ ടെലിഗ്രാം ചാനൽ, ഹിൽ മെയിൽ ടു. ഞാൻ ആ ബുക്ക് ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇപ്പൊ എനിക്ക് ആലോചിച്ചിട്ട് ബുക്ക് ലിസ്റ്റ് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. സ്ട്രാറ്റജി ഓഫ് യുവർ ഫ്രണ്ട്സ് ഹു ആർ പ്രിപ്പയറിംഗ് അലോങ് വിത്ത് ദ ജോബ്സ്. അവരുടെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളെക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ്. കാരണം അവർക്ക് കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ട്. നമ്മളെ പോലെ തോന്നുന്ന സമയത്ത് എണീറ്റ് തോന്നുന്ന സമയത്ത് പഠിച്ച് ചെയ്യുന്ന ആൾക്കാരല്ല. അവർക്ക് രാവിലെ എണീറ്റ് ജോലിക്ക് പോയി ജോലിക്ക് വരുന്ന കൃത്യസമയം ഉണ്ടാവും. അപ്പം ജോലി ചെയ്യുന്ന ഒരാൾ ചേർക്കേണ്ട ഏറ്റവും ബേസിക് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജോലി സമയവും ഈ ഒരു പ്രിപ്പറേഷനോടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെയിലി 2 മണിക്കൂറേ പറ്റുള്ളായിരിക്കും, മതി. ഡെയിലി 2-3 മണിക്കൂർ മതി. വീക്കിലി നിങ്ങൾക്ക് കിട്ടുന്ന സമയം കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പം വീക്കെൻഡ്സിലുള്ള നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം പോലുള്ള കാര്യങ്ങൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കാരണം ഡെയിലി നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വീക്കെൻഡിൽ മേക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പം ഡെയിലി ജോബ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ടൈം അഫോർഡ് ചെയ്യാൻ വേണ്ടിയില്ല. ഓക്കെ, അപ്പം കുറച്ചുകൂടെ നേരത്തെ പ്ലാൻ ചെയ്യുക, കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. ഇന്ന ദിവസങ്ങളിൽ തീരുന്നുണ്ടോ ഇല്ലയോ. ഈ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. കാരണം 2 മണിക്കൂർ 2 വർഷം നീളുന്ന ഒരു പ്രിപ്പറേഷനാണ്. പലപ്പോഴും നമ്മൾ ഡൗൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മുടെ മനുഷ്യന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ചെറിയ ചെറിയ സക്സസസ് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ഭയങ്കര ബൂസ്റ്റ് ആവും. അപ്പൊ അടുത്ത 1.5 വർഷത്തേക്ക് നിങ്ങൾക്ക് സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന പോലെ ഒരു നിങ്ങൾക്ക് അച്ചീവബിൾ ആയിട്ടുള്ള പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓരോ ആഴ്ചത്തെ ടാർഗറ്റ്സ് നിങ്ങൾക്ക് മീറ്റ് ചെയ്ത് പോകുമ്പോഴേക്കും യു വിൽ ഫീൽ റിലീവ്ഡ്, യു വിൽ ഫീൽ മോർ ആൻഡ് മോർ കോൺഫിഡൻറ്റ്. അപ്പം റിയലിസ്റ്റിക് ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടാർഗറ്റ് ഒരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുക, അതിന്റെ ബേസിസിൽ പ്രിപ്പയർ ചെയ്ത് പോവുക. Any other books useful for reading other than GS Purpose and Hindu, like for essays? Could you suggest any manuals or good reads? Reads ഞാൻ പറഞ്ഞത്, ഞാൻ ബുക്കിന്റെ ലിസ്റ്റിൽ ഞാൻ കൂട്ടത്തിൽ ഞാൻ എഴുതിയിട്ട് സുനീഷിനെ കൊടുത്തേക്കാം. പോസ്റ്റ് ഇൻ ഗ്രൂപ്പ്സ്. റാങ്ക് വൈസ് റിക്രൂട്ട്മെന്റ് ഓഫ് UPSC. ഈ വർഷം വേക്കൻസി, കഴിഞ്ഞ വർഷം വേക്കൻസി കുറവായിരുന്നു. എന്നിരുന്നാലും ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു 90 റാങ്കിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ IAS കിട്ടും. ഒരു 140 റാങ്കിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ IFS കിട്ടും. ഒരു 240 ഉള്ളിലാണെങ്കിൽ IPS കിട്ടും. 240-230 റേഞ്ചിനുള്ളിലാണെങ്കിൽ IPS കിട്ടും. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 400 ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ IAS കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു അപ് ടു 500, 510, 520 വരെ IPS പോകും. IFS will also be around this range. ബാക്കി കാറ്റഗറീസിൽ കുറച്ചുകൂടെ റാങ്ക് ലിസ്റ്റിൽ താഴെ വന്നു കഴിഞ്ഞാലും ഉയർന്ന സർവീസസ് കിട്ടും. പിന്നെ യു ബി ഗെറ്റിംഗ് പ്ലെന്റി ഓഫ് ഓൾ ഇന്ത്യ സർവീസസ് ഓൾസോ. ഓൾ ഇന്ത്യ സർവീസസ് ഈ 3 സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 ഓൾ ഇന്ത്യ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ സർവീസസ് ഒരുപാടുണ്ട്. അതിലും ആക്ച്വലി ലൈക്ലി ടു ഗെറ്റ് എ പൊസിഷൻ. അപ്പം പലപ്പോഴും ഈ ഓൾ ഇന്ത്യ മെയിൻ സർവീസസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഉണ്ട്, പോസ്റ്റൽ സർവീസ് ഉണ്ട്, ഇൻഫർമേഷൻ സർവീസ് ഉണ്ട്.
നിങ്ങളുടെ ചോയ്സ് പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. ടെക്നിക്സ് ദാറ്റ് ക്യാൻ ബി പ്രാക്ടീസ്ഡ് ഫോർ ക്രാക്കിംഗ് പ്രിലിംസ്. ഓക്കെ, അതെന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന ആള് നമ്മുടെ സുനീഷ് സാറാണ്. കാരണം ഞങ്ങൾ ഒരു അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് UPSC നാക്ക് നിങ്ങളെ മെന്ററിന്റെ കൂടെ സുനീഷ് സാറിന് തന്നെ കിട്ടുകയാണെങ്കിൽ പിടിച്ചോ. അപ്പൊ അവന്റെ കൂടെ ഇരുന്നിട്ട് ഈ പറയുന്ന പോലെ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ എനിക്കത് പറയാനാണെങ്കിൽ ആക്ച്വലി അതിന് തന്നെ ഒരു സെഷനിൽ കൂടുതൽ വേണ്ടി വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട്, അത് നമ്മൾ ചിന്തിക്കേണ്ട രീതിയുണ്ട്. എക്കണോമിക്സിൽ 2 വേരിയബിൾസ് ഉണ്ട്, വേരിയബിൾ എ ആൻഡ് വേരിയബിൾ ബി. ഓക്കെ, അപ്പൊ വേരിയബിൾ എയിൽ ഒരു വ്യത്യാസം വരുന്നു, വേരിയബിൾ ബിയിൽ എന്ത് വ്യത്യാസം വരുന്നു? സപ്പോസ് ആണ് ക്വസ്റ്റ്യൻ വയ്ക്കാം. സേ ഫോർ എക്സാമ്പിൾ ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റും. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് മാറുമ്പോൾ ഇൻഫ്ലേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? അപ്പൊ എക്കണോമിക്സ് നിങ്ങൾ ചിന്തിക്കേണ്ട രീതിയുണ്ട്. ഏറ്റവും സിമ്പിൾ ആൻഡ് 1-to-1 റിലേഷൻഷിപ്പ് മാത്രം ആലോചിക്കുക. ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻഫ്ലേഷൻ മാറുമ്പോൾ കറൻസി റേറ്റ് എങ്ങനെ മാറുമ്പോൾ, എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ മാറുമ്പോൾ, ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് പോളിസി മാറുന്നു എങ്ങനെ മാറുമ്പോൾ, RBI എന്ത് ചിന്തിക്കുന്നു, അതുകൊണ്ട് ഇൻഫ്ലേഷന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് മാറ്റം വരുന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. കാരണം എക്കണോമിക്സ് ഡിമാൻഡ്സ് 1-to-1 സിമ്പിൾ റിലേഷൻസ്. പക്ഷേ ജോഗ്രഫിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് രീതിയിലാണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കടലിലെ ഫൈറ്റോ പ്ലാങ്ടൺസ് കുറഞ്ഞു, താഴെ പറയുന്നത് എന്തൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട്? ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മഴ കുറയുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ പ്രത്യേക സെൻസ് ഒന്നുമില്ല. ഫൈറ്റോ പ്ലാങ്ടൺസ് കടലിൽ കിടക്കുന്ന പായൽ പോലത്തെ സാധനം, അത് മഴയായിട്ട് എന്താ ബന്ധം? പക്ഷെ ജോഗ്രഫിയിൽ എൻവയോൺമെന്റിൽ നമുക്ക് കാണാൻ പറ്റാത്തതിന്റെ അപ്പുറത്തുള്ള ലെവലിലുള്ള ലിങ്കേജസ് ഉണ്ടാവും. അവിടെ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചിന്തിച്ച് കൊണ്ടുവരും. ഈ പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റിനും സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് ചിന്തിക്കണം. ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ലോജിക് ഉണ്ട്. കോമൺ സെൻസിക്കൽ ലോജിക് ഒരിക്കലും പൊളിറ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഗവർണറുടെ ഇന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഗവർണറുടെ സംബന്ധിച്ച് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്? നിങ്ങൾ ചിലപ്പോൾ ഗവർണറുടെ വായിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ചിലപ്പോൾ പ്രസിഡന്റ് മാത്രം വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, പ്രസിഡന്റ് ഇങ്ങനെയാണെങ്കിൽ ഞാനത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് ഗവർണർക്ക് അപ്ലൈ ചെയ്യാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റും. കാരണം പൊളിറ്റിക് ഹാസ് ഇറ്റ്സ് ഓൺ ലോജിക്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പറ്റുകയാണെങ്കിൽ സുനീഷിനെ പറഞ്ഞ് പിടിക്കുക, അതുകൊണ്ട് സെഷൻ ചെയ്യാൻ നോക്കുക. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് മാക്സിമം ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു രേഷ്മ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേറെ ഡൗട്ട്സ് ഇല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻവൈറ്റ് ചെയ്ത സിവിൽ 360ക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത സുനീഷിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. Further, there is any benefit for taking Malayalam as an optional subject? അപ്പോൾ സാധാ ബെനിഫിറ്റ് എന്താണ് വെച്ചാൽ മലയാളം നല്ല സ്കോറിംഗ് ആയിട്ടുള്ള ഓപ്ഷനിലാണ്, പഠിച്ചെടുക്കാൻ നമുക്ക് എളുപ്പമാണ്, റിലേറ്റീവ് ആണ്, ഒരുപാട് ഗൈഡൻസ് ഉണ്ട്. ആക്ച്വലി ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള സാറുമാരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിന്റെ സ്നേഹമൊക്കെ റിഫ്ലക്ട് ചെയ്യാം, ഉറപ്പില്ല. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് മലയാളം എടുക്കുന്നതിന്. അപ്പം സബ്ജക്റ്റിനോട് താല്പര്യമുള്ള ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. എക്സ്പെക്ടഡ് കേഡർ IAS or IPS ഗ്രൂപ്പ്, IAS IPS കിട്ടാൻ ചാൻസ് ഇല്ല, ഓൾ ഇന്ത്യ സർവീസ് ആയിരിക്കും, സെൻട്രൽ സർവീസ് ആയിരിക്കും. ഏത് സർവീസാണെന്നുള്ളത് പ്രിഫറൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഫസ്റ്റ് മലയാളം കോച്ചിങ് സെന്റേഴ്സ് ഞാനങ്ങനെ ഒരു കോച്ചിങ് സെന്ററായിട്ട് ഓഫർ ചെയ്യുന്നില്ല. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ സീരിയസായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് റിപ്പോർട്ട് എടുക്കുക. ഹൗ മെനി മന്ത്സ് റിക്വയർഡ് ഫോർ കവറിംഗ് ഓപ്ഷണൽ സോഷ്യോളജി? സോഷ്യോളജി കവർ ചെയ്യാൻ വേണ്ടി സോഷ്യോളജി പഠിച്ചു തീർക്കാനാണ് ഭയങ്കര എളുപ്പം. 2-3 മാസം കൊണ്ട് സോഷ്യോളജി പഠിച്ചു തീർക്കാം. പക്ഷെ സോഷ്യോളജിക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എഴുത്തിലാണ് കാര്യമുള്ളത്. നമ്മൾ നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ മാത്രമേ സോഷ്യോളജി എഴുതാൻ പറ്റൂ. എൻ്റെ ഓപ്ഷനിൽ സോഷ്യോളജി ആയിരുന്നു അതിൽ, അതുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം സോഷ്യോളജി നിങ്ങൾ റൈറ്റിംഗിന് നല്ല ഫോക്കസ് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് തനിയെ വേണമെങ്കിലും പഠിക്കാവുന്ന സാധനമുള്ളൂ സോഷ്യോളജി. കുറച്ച് കൺഫ്യൂസിങ് ടോപ്പിക്സ് മാറ്റി കഴിഞ്ഞാൽ, പക്ഷേ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യിപ്പിക്കുക. കാരണം എൻ്റെ തുടക്കത്തിലുള്ള മിസ്റ്റേക്ക് സോഷ്യോളജി പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണ്, എളുപ്പമായതുകൊണ്ട് ചുമ്മാ ഇത് വായിച്ചോണ്ടിരുന്നു എഴുതിയില്ല. അപ്പം വിത്ത് ആൻസർ റൈറ്റിംഗ് ആൻഡ് ഓൾ ആക്ച്വലി പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് വരെയുള്ള സമയം ധാരാളമാണ് സോഷ്യോളജി. കാരണം ആ സമയം കൊണ്ട് പഠിച്ച് പാസ്സായ ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, അതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ. അത് ഞാൻ ഈ വർഷം എഴുതണമെന്നാണ് വിചാരിക്കുന്നത്, റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. How many months is required for an average person to cover prelim syllabus from level 0? ഒരു 1 year മാക്സിമം. അത്രയൊന്നും വേണ്ടി വരില്ല. ഞാൻ പറഞ്ഞില്ലേ, ആവറേജ് എന്ന് വെച്ചാൽ റിലേറ്റീവ് ടേമാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ
ഓരോ ആൾക്കാരുടെ ലേണിംഗ് കപ്പാസിറ്റി എത്ര അവേഴ്സ് സ്പെൻഡ് ചെയ്യാന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ആൾക്കാർ ഇപ്പൊ എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട്, പുള്ളിക്കാരി മധ്യപ്രദേശിലായിരുന്നു. സോ ഷീ ജോയിൻ ക്ലാസ്സസ് ഓൺ ജാനുവരിയിൽ ചേർന്നിട്ട് പുള്ളിക്കാരി ജൂണിൽ പ്രിലിംസ് പാസ്സായി, ജാനുവരി എൻഡിൽ. സോ ബേസിക്കലി ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസം കൊണ്ട് പുള്ളിക്കാരി പാസ്സായിട്ടുണ്ട്. ഓക്കെ, 4 മാസം കൊണ്ട് പാസ്സായ ആൾക്കാരുണ്ട്, 1 വർഷം 2 വർഷം പാസ്സാവാത്ത ആൾക്കാരുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റാദർ ദാൻ ദ ടൈം സ്പാൻ ദാറ്റ് യു ഹാവ്, ഇറ്റ്സ് ദ ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ദാറ്റ് യു പുട്ട് ഇൻ ദാറ്റ് മാറ്റേഴ്സ്. ഓക്കെ, PSIR ഭയങ്കര നല്ല ഓപ്ഷനാണ്. കാരണം ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറിയ ഓപ്ഷനിൽ PSIR, ഫസ്റ്റ് PSIR, സെക്കൻഡ് സോഷ്യോളജിയാണ്. അപ്പം ഒരുപാട് PSIR. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ താല്പര്യം നോക്കിയിട്ട് സീനിയേഴ്സ് ഡിസ്കസ് ചെയ്ത് നല്ല ഡയറക്ഷനിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഐഡന്റിഫൈ ചെയ്യുക, നമ്മൾ ചൂസ് ചെയ്യുക. അത് ഞാൻ ഈ വർഷം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വർഷം FC സ്കിപ്പ് ചെയ്ത് എഴുതണമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിത് വൈൻഡപ്പ് ചെയ്യട്ടെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ താങ്ക് യു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും, ഇതിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോസസ്സിനെ ഇഷ്ടപ്പെടുക. ഇതിന്റെ റിസൾട്ടായിട്ട് വരുന്ന ഒരു സർവീസിനെയോ അതിന്റെ ഒരു കരിയറിനെ ഇഷ്ടപ്പെടാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് അത് ഭയങ്കര ലൈഫിൽ വാല്യൂ അഡീഷൻ ഉള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി അതിനെ ഇഷ്ടപ്പെടുക. ഓക്കെ, ഈ പ്രിപ്പറേഷൻ ബോറിംഗ് ആയിട്ട് തോന്നില്ല, ഇൻസ്പിറേഷന് വേണ്ടി പുറത്തുനിന്നുള്ള ആവശ്യം വേണ്ടി വരില്ല. ഓൾറൈറ്റ്, താങ്ക് യു.